ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ദിവ്യബലി അഥവാ വിശുദ്ധ കുർബാന അത് വായ്കൊണ്ടാണോ കരങ്ങൾ കൊണ്ടാണോ? പരിശുദ്ധ റൂഹ മഞ്ഞുകണം പോലെയോ? റൂഹാക്ഷണ പ്രാർത്ഥന എപ്പിക്ലേസിസ് ലത്തീൻ സഭയുടെ കുർബാനയിലും സീറോ മലബാർ സഭയുടെ കുർബാനയിലും സത്താതീത മാറ്റം ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന് പൗരസ്ത്യ സഭകൾ പറയാത്തത് എന്തുകൊണ്ട്? ഈ സങ്കല്പം ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന സങ്കല്പം പൗരസ്ത്യ സഭകളിൽ ഇല്ലേ? എന്തുകൊണ്ടാണ് വൈദികൻ ഈ കുർബാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന് പറയുന്നത്? കരങ്ങളാണോ അതോ വായിൽ നിന്ന് വരുന്ന വചനമാണോ ഈ കൂദാശയില് പ്രധാനപ്പെട്ടത്? ലത്തീൻ റീത്തിലെ കുർബാനയില് രണ്ടാം സ്തോത്രയാഗ പ്രാർത്ഥനയില് മഞ്ഞുകണം പോലെ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് മഞ്ഞുകണം പോലെ എന്ന് പറയുന്നത്? പിന്നെ അച്ഛൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു ലിറ്റർജിയും പ്രാർത്ഥനയും ഒന്നല്ല. പക്ഷേ പരമമായ പ്രാർത്ഥനയാണ് വിശുദ്ധ കുർബാന എന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് ബലിയാണെങ്കിലും പ്രാർത്ഥനയുടെ തലയാണ് എന്ന് ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്നു. പ്രാർത്ഥനയുടെ തല വിശുദ്ധ കുർബാന. ചില സഭാപിതാക്കന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും അവര് വാദഗതികൾ നിരത്തുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ശരിയാണോ? ലിറ്റർജിയും പ്രാർത്ഥനയും ഒന്നല്ല എന്ന് പറഞ്ഞത് ശരിയാണോ? പിന്നെ ചില അച്ഛന്മാര് സ്ഥാപനവാക്യങ്ങളാണ് ഇത് എന്റെ ശരീരം ആകുന്നു, ഇത് എന്റെ രക്തം ആകുന്നു, ആ സ്ഥാപനവാക്യങ്ങളാണ് ഏറ്റവും മുഖ്യമെന്ന് പറയുന്നു. അത് ചൊല്ലുമ്പോഴാണ് ഈ അപ്പവും വീഞ്ഞും കർത്താവിന്റെ ശരീരരക്തങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നത് എന്ന് പറയുന്നു. അതിനാൽ തന്നെ ചിലർ അതിനെ കൂദാശ വചനങ്ങൾ എന്ന് വിളിക്കുന്നു. അത് പ്രകടിപ്പിക്കാൻ വേണ്ടി ചിലപ്പോഴൊക്കെ ഈ സംസ്കൃത ശ്ലോകം പോലെ നീട്ടിപ്പിടിച്ച് ഗാനാലാപം. അപ്പോൾ ചിലപ്പോൾ വൈദികന്റെ ഒരു ഷോ ആയി കുർബാന മാറുന്നു. ലത്തീൻ റീത്തിലേത് ലോഗോസ് ദൈവശാസ്ത്രമാണ്, വചനത്തിന് ദൈവശാസ്ത്രമാണ്. സീറോ മലബാർ സഭയിലേതും പൗരസ്ത്യ സഭകളിലേതും റൂഹാശാസ്ത്രമാണ്, പരിശുദ്ധാത്മാവിന്റെ ശാസ്ത്രം. അപ്പോൾ ഇത് ലോഗോസ് ദൈവശാസ്ത്രവും റൂഹ ശാസ്ത്രവും തമ്മിലുള്ള അന്തരം എന്ത്? ലോഗോസ് ദൈവശാസ്ത്രമായതുകൊണ്ടാണോ ലത്തീൻ സഭയില് സ്ഥാപനവാക്യങ്ങൾക്ക് ഇത്രമാത്രം പ്രാധാന്യമുള്ളത്? ഇത് കഴിഞ്ഞ 2 ദിവസം എനിക്ക് കിട്ടിയ ചോദ്യങ്ങളുടെ ഒരു രത്നച്ചുരുക്കമാണ്. പലരും ചോദിച്ച ചോദ്യങ്ങളുടെ രത്നച്ചുരുക്കം. പലതും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോയിൽ പറയുന്നത്. കാരണം ഓരോ വീഡിയോ ഇങ്ങനെ വേറെ വേറെ ഓരോ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്താൽ ഓരോ വീഡിയോ കാണുമ്പോഴും മറ്റൊരു വീഡിയോ കാണുന്നില്ലെങ്കിൽ അതിന്റെ സംശയങ്ങൾ വർദ്ധിക്കും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ചെയ്താൽ ഇച്ചിരി ദൈർഘ്യമുണ്ടാകും, പക്ഷേ ഒരു കാര്യങ്ങൾക്കൊരു വ്യക്തതയുണ്ടാകും. ഈ വീഡിയോ നിങ്ങൾ പല പ്രാവശ്യം കേൾക്കണം. കേട്ടിട്ട് നിങ്ങളുടെ സ്നേഹിതന്മാർക്ക് അത് അയച്ചു കൊടുക്കണം. നിങ്ങളുടെ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലും മറ്റു ഗ്രൂപ്പുകളിലും സംഘടനകളിലൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ലത്തീൻ സഭയില് നിങ്ങളുടെ സ്നേഹിതന്മാർക്കും അച്ഛന്മാർക്കും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ വിചാരിക്കുന്നു. സീറോ മലബാർ സഭയിൽപ്പെട്ട പലരും ഇപ്പോൾ ലത്തീൻ സഭയില്, പ്രത്യേകിച്ച് എറണാകുളത്ത് ലത്തീൻ സഭയിലെ കുർബാനയിലാണ് പങ്കെടുക്കുന്നത്. അപ്പൊ അവർക്കും ഇത് കേട്ട് പഠിക്കാനായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഉപകരിക്കും. നിങ്ങളുടെ വൈദിക സുഹൃത്തുക്കൾക്കും ഉപകാരപ്പെടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു സംഭവത്തിലൂടെ തുടങ്ങാം. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. വിശുദ്ധ ജോൺ മരിയ വിയാനി ഒരിക്കൽ തന്റെ ഇടവകക്കാരോട് ചോദിച്ചു. ആർസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇടവകയാണ്, പാരീസിന് കുറച്ച് ദൂരം പോകണം, ഫ്രാൻസിലെ. ഞാനവിടെ പോയിട്ടുണ്ട്. അദ്ദേഹം വികാരി അവിടുത്തെ ഇപ്പോഴും ഒരു കുഗ്രാമമാണ്. അദ്ദേഹം അവിടെ ആയിരിക്കുമ്പോൾ 16 മണിക്കൂർ മുതൽ 18 മണിക്കൂർ ഒരു കുമ്പസാരക്കൂട്ടില്. അങ്ങനെ ഫ്രഞ്ച് ഗവൺമെന്റ് അവിടേക്ക് സ്പെഷ്യൽ ട്രെയിൻ ഇടേണ്ടി വന്നു ഈ കുഗ്രാമത്തിലേക്ക്. അങ്ങനെയുള്ള ഇപ്പോഴും ഒരു ഗ്രാമത്തിന്റെ പ്രതീതിയാണ് ഈ ആഴ്സല്. അവിടെയുള്ള ഇടവകക്കാരോട് ഒരു ദിവസം വിയാനിയച്ചൻ ചോദിച്ചു, ആരാണ് പുരോഹിതൻ? ആരാണ് പുരോഹിതൻ? എന്നിട്ട് അദ്ദേഹം തന്നെ മറുപടി കൊടുത്തു, പുരോഹിതൻ ഒരു മനുഷ്യനാണ്. ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത്
ആ മനുഷ്യനാണ് പുരോഹിതൻ. ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ. വിയാനി പുണ്യവാന്റെ ജന്മത്തിന്റെയാണോ മരണത്തിന്റെ 150-ാം വാർഷികത്തിലാണ് പുരോഹിത വർഷം ബെനഡിക്ട് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത്. ആ പുരോഹിത വർഷം പ്രഖ്യാപിച്ച ഡോക്യുമെന്റിൽ ഇത് അങ്ങനെ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. ദ പ്രീസ്റ്റ് ഇസ് എ മാൻ ഹൂം ഗോഡ് ഒബേയ്സ്. ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് ആ മനുഷ്യനാണ് പുരോഹിതൻ. എന്തുകൊണ്ടാണ് ഈ വിയാനി പുണ്യവാൻ ഇടവകക്കാരോർക്ക് ഈ ഒരു നിർവചനം, പുരോഹിതനെ കുറിച്ചുള്ള നിർവചനം കൊടുത്തത്? അതിന് കാരണം ഇതാണ്. പുരോഹിതൻ തന്റെ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം പുരോഹിതന്റെ വാക്ക് അനുസരിക്കുന്നു. ദൈവപിതാവ് തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുന്നു. കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഈ കാഴ്ചദ്രവ്യങ്ങൾ പവിത്രമാക്കണമേ എന്ന് പറയുമ്പോൾ ദൈവം ഈ പുരോഹിതനെ അനുസരിക്കുന്നു. അനുസരിക്കാമെന്ന് വാക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പുരോഹിതന്റെ നിർവചനം ഇങ്ങനെ കൊടുത്തത്. പുരോഹിതൻ കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ ദൈവം ഈ പുരോഹിതനെ അനുസരിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് നോക്കി എന്നുള്ള വാക്ക് യോഹന്നാൻ 17:1 കിടപ്പുണ്ട്. നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ ഒക്കെ ഈ സിക്സർ അടിക്കുമ്പോഴോ അല്ലെങ്കിൽ സെഞ്ചുറി അടിക്കുമ്പോഴൊക്കെ മുകളിലേക്ക് നോക്കിയിട്ട്, ഇപ്പൊ നമ്മുടെ ചിലപ്പോൾ എറണാകുളത്തെ ആളുകൾ പറയും ദൈവം എല്ലായിടത്തും ഇല്ലേ, എന്തിനെ കിഴക്കോട്ട് നോക്കണേ, എന്തിനെ മുകളിലോട്ട് നോക്കണേ, എന്നാൽ കീഴ്പോട്ട് നോക്കി പറഞ്ഞോ? അങ്ങനെ പറയൂ ആരെങ്കിലും? ദൈവം താഴെയാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ കീഴ്പോട്ട് നോക്കി പറയുമോ? അല്ലെങ്കിൽ ഇങ്ങനെ അപ്പം എടുത്തിട്ട് കീഴ്പോട്ട് ഇങ്ങനെ പൊക്കി പിടിക്കുകയോ അത് താഴോട്ട് കാണിക്കുകയോ? ഈ വിവരമില്ലായ്മയ്ക്ക് കയ്യും കാലും വെച്ചാൽ അതാണ് ഈ വിമത വൈദികരും ഈ അൽമായ മുന്നേറ്റക്കാരും കേട്ടോ. യാതൊരു വിവരവുമില്ല. ദൈവം എല്ലായിടത്തില്ല എന്ന് അവർ ചോദിക്കണേ. ദൈവം എല്ലായിടത്തുണ്ട്. പക്ഷെ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നോ? അതൊരു സമയത്തായിരുന്നോ? ഒരു സ്ഥലത്തായിരുന്നോ? ചരിത്രത്തിലായിരുന്നോ? ഇതൊന്നും അവർക്കറിയാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ആ സ്ഥലത്തേക്കും ആ സംഭവത്തിലേക്ക് നോക്കണ്ടേ, ആ സമയത്തേക്ക് നോക്കണ്ടേ? അതിനെയാണ് കിഴക്കോട്ട് നോക്കാന്ന് പറയണേ, അല്ലാണ്ട് സൂര്യനെ നോക്കുന്നതല്ല. പക്ഷേ സൂര്യൻ ഉദിക്കുന്ന ദിശയും ദൈവം വന്ന് ഭൂമിയിൽ വന്ന് പാർത്ത ദിശയും ഒന്നായതുകൊണ്ട് പ്രകൃതിയും ദൈവശാസ്ത്രവും ഒന്നിക്കുന്ന ദിശ ഒന്നേ ഉള്ളൂ, അത് കിഴക്കാണ്. മറ്റൊരു ദിശയ്ക്കും ആ പ്രാധാന്യമില്ല. അതുകൊണ്ടാണ് അങ്ങോട്ട് നോക്കാൻ പറയുന്നത്. പ്രകൃതിയും ദൈവവും ഒരു ദിശയില്. അത്രയും ഗംഭീരമായ ഒരു സംഗതിയാണ് ഇവര് ഇങ്ങനെ ഈ ദൈവം എല്ലായിടത്തില്ല എന്നുള്ള ഈ കൊച്ചു കൊച്ചു തൊടിന്യായങ്ങൾ പറഞ്ഞ് അവര് ദൈവശാസ്ത്രത്തെ വികലമാക്കുന്നത്. പോട്ടെ, നമുക്ക് ലത്തീൻ സഭയിലെ കുർബാനയിലെ റൂഹാക്ഷണ പ്രാർത്ഥന നോക്കുക. റൂഹാക്ഷണ പ്രാർത്ഥന പുരോഹിതൻ ഇൻ പെർസോണ ക്രിസ്റ്റി എന്ന് പറയും. അതായത് ക്രിസ്തു എന്ന വ്യക്തിയിൽ, ആളിൽ നിന്നുകൊണ്ട് ദൈവപിതാവിങ്കലേക്ക് കരങ്ങൾ ഉയർത്തി, എന്നിട്ട് നിങ്ങൾ മിസൽ എന്ന് ലത്തീൻ സഭയിലും തക്സ എന്ന് സീറോ മലബാർ സഭയിലും പറഞ്ഞ കുർബാന പുസ്തകം ഉണ്ടല്ലോ, അവിടെ ബ്രാക്കറ്റിൽ ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് പുരോഹിതൻ കൈകൾ വിരിച്ചുകൊണ്ട് ചൊല്ലുന്നു. പുരോഹിതൻ കൈകൾ വിരിച്ചുകൊണ്ട് ചൊല്ലുന്നു. എന്താണ് ചൊല്ലുന്നത്? കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ, അതായത് സർവപരിശുദ്ധിയുടെയും ഉറവിടം ദൈവം പിതാവാണ്. ആ പരിശുദ്ധിയുടെ ഉറവിടമായ ദൈവപിതാവ് വേണം ഈ സംഗതികൾ, കാഴ്ചദ്രവ്യങ്ങൾ പരിശുദ്ധമാക്കാൻ. കർത്താവെ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടെ ചുവന്ന അക്ഷരത്തിൽ ഈ മിസലിൽ എഴുതിയിട്ടുണ്ട്. തക്സാന്ന് സീറോ മലബാർ സഭക്കാർ പറയും കുർബാന പുസ്തകം, മിസൽ എന്നാണ് ലത്തീൻ സഭയിൽ പറയുക. അവിടെ ഇങ്ങനെ ചുവന്ന അക്ഷരത്തിൽ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് എഴുതിയിട്ടുണ്ട്. അത് എല്ലാ തക്സയിലുമുണ്ട്, എല്ലാ മിസലിലുമുണ്ട്. അതായത് അച്ഛൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചുവന്ന അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ചെയ്യാൻ പാടുള്ളൂ എന്നർത്ഥം. അല്ലാണ്ട് ഓരോ അച്ഛന് തോന്നിയ പോലും ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ചുവന്ന അക്ഷരത്തിൽ അത് എഴുതിയിടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എന്തൊക്കെ ചെയ്യണം? ഞാൻ ഒന്നുകൂടി വായിക്കാം. പുരോഹിതൻ കൈകൾ വിരിച്ചുകൊണ്ട് ചൊല്ലുന്നു, കർത്താവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. അവിടെ എഴുതിയിരിക്കുകയാണ് ചുവന്ന അക്ഷരത്തില്. കൈകൾ കൂപ്പുന്നു. അനന്തരം നീട്ടി കാഴ്ചദ്രവ്യങ്ങളുടെ മേൽ വിരിച്ചുകൊണ്ട് ചൊല്ലുന്നു,
ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. കൈകൾ കൂപ്പുന്നു. അപ്പത്തിന്റെയും പാനപാത്രത്തിന്റെയും മേൽ ഒരു പ്രാവശ്യം കുരിശടയാളം ഇട്ടുകൊണ്ട് ചൊല്ലുന്നു, അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അപ്പൊ അവിടെ കൃത്യം എഴുതി വെച്ചിരിക്കുകയാണ് എന്തൊക്കെ ചെയ്യണമെന്ന്. കൈകള് വിരിച്ച്, പിന്നെ കൈകൾ കൂപ്പി, പിന്നെ ഈ പാനപാത്രത്തിന് മേലും അപ്പത്തിന്റെ മേലും വിരിച്ചു പിടിച്ച്, പിന്നെ വീണ്ടും കൂപ്പി കുരിശടയാളം ഇട്ട്, ഓരോന്നും കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുക. നമുക്ക് ആ പ്രാർത്ഥന നമുക്ക് ഒന്നുകൂടി ഒന്ന് കേൾക്കാം. വളരെ പ്രധാനപ്പെട്ടതാണിത്. അച്ഛൻ കൈകൾ ഉയർത്തി, കർത്താവേ, സർവ്വവിശുദ്ധയുടെയും ഉറവിടമായി അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. ഈ സമയത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ ദൈവപിതാവ് പരിശുദ്ധാത്മനെ അയക്കുന്നു. അയക്കാമെന്ന് ഈശോ വാക്ക് നൽകിയിട്ടുണ്ട്. എവിടെയാണത്? യോഹന്നാന്റെ സുവിശേഷം 16:24. വേറെ ഒരുപാട് വചനമുണ്ട്, ഞാൻ ഒന്ന് മാത്രം പറയാണ്. നിങ്ങൾ ഇതുവരെ എന്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഇതുവരെ നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിച്ചിട്ടില്ല, ഇനി എന്റെ നാമത്തിൽ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ സന്തോഷം പൂർണ്ണമാകും, കാരണം പരിശുദ്ധാത്മാവിനെ നൽകും. യേശുവിന്റെ നാമത്തിൽ ഇതുവരെ ചോദിച്ചിട്ടില്ലായിരുന്നു, കാരണം യേശു കൂദാശകൾ സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. യേശുവിന്റെ നാമത്തിൽ നാം ചോദിക്കുന്നത് എന്തെങ്കിലും ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയല്ല, പണം കിട്ടാനോ ജോലി കിട്ടാനോ ഒന്നുമല്ല. യേശുവിന്റെ നാമത്തിൽ നാം ചോദിക്കുന്ന ഒരൊറ്റ കാര്യത്തിനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് നിങ്ങൾ എന്റെ നാമത്തിൽ ചോദിക്കുക. ഇതുവരെ ചോദിച്ചിട്ടില്ലേ, ചോദിക്കുക. യേശുവിന്റെ നാമത്തിൽ നാം ചോദിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ്. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കിട്ടുന്നത് കൊണ്ടാണ് ഈശോ പറയുന്നത് നിങ്ങൾ സന്തോഷം പൂർണ്ണമാകും. ആനന്ദം, സന്തോഷം എന്നത് പരിശുദ്ധാത്മാവിനുള്ള പര്യായ പദമാണ്. എന്റെ പിതാവ് പരിശുദ്ധാത്മാവിനെ അയക്കും, അപ്പോൾ നിങ്ങൾ സന്തോഷം പൂർണ്ണമാകും. കാരണം നിങ്ങളിൽ ആത്മാവ് ഉണ്ടാകും, ആത്മാവ് നിങ്ങളിലേക്ക് വരും. ഈ വിശുദ്ധ രഹസ്യങ്ങളിലേക്ക് വരികയും ആ വിശുദ്ധ രഹസ്യങ്ങളിൽ നിങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് വരുമെന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ഇതിനോടൊപ്പം ഈ കൈകൾ ഉയർത്തിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ടാണ് ആരാണ് പുരോഹിതൻ എന്ന് വിയാനി പുണ്യാൻ ചോദിച്ചിട്ട് പറയാണ്, പുരോഹിതൻ ഇങ്ങനെ കൈകൾ ഉയർത്തി സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി ദൈവപിതാവിനോട് പറയാണ്, നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ചത് പവിത്രമാക്കുക. അപ്പോൾ ദൈവപിതാവ് ഈ പുരോഹിതനെ കേൾക്കുന്നു, അനുസരിക്കുന്നു. ആ ആളാണ്, ആ മനുഷ്യനാണ് പുരോഹിതൻ. ഏത് മനുഷ്യനെയാണോ ദൈവം അനുസരിക്കുന്നത് അവനാണ് പുരോഹിതൻ. സ്വാഭാവികമായും ഇതത്ര എളുപ്പമല്ല, ഒരു പുരോഹിതന് ഇത് പറയാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ ഈ പുരോഹിതൻ സഹായം അഭ്യർത്ഥിക്കും ദൈവജനത്തിന്റെ. ലത്തീൻ സഭയിൽ കിടക്കുന്ന ഇങ്ങനെയാണ്, സഹോദരരുടെ എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സീറോ മലബാർക്കാരെ നിങ്ങൾക്ക് അറിയാം, കർത്താവെ ആശീർവദിക്കണമേ, ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ലത്തീൻ സഭയിലുമുണ്ട്, സീറോ മലബാർ സഭയിലുമുണ്ട്. സഹോദരരുടെ എന്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ എന്താണ് ദൈവജനം പ്രതിസ്പന്ദമായി പറയുന്നത്? കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങയുടെ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കരങ്ങളിൽ നിന്ന്, വായിൽ നിന്നല്ല, വചനമല്ല, മനസ്സിൽ നിന്ന് ഒന്നുമല്ല, കണ്ണിൽ നിന്ന്, ചെവിയല്ല, കരങ്ങളിൽ നിന്ന് കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭയുടെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സീറോ മലബാർ സഭ എന്താ പറയുന്നത്? കർത്താവെ ആശീർവദിക്കണമെന്ന് ദൈവത്തോട് പറഞ്ഞിട്ട് പിന്നെ ജനങ്ങളിലേക്ക് തിരിഞ്ഞിട്ട് പറയാണ്, ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ലത്തീൻ സഭയിൽ പറയാണ്, ദൈവജനം പറയാണ്, അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. സീറോ മലബാർ സഭയിൽ പറയാണ്, ഈ കരങ്ങൾ വഴി പൂർത്തിയാകാൻ. രണ്ട് സ്ഥലത്തും കരങ്ങളാണ്. ലത്തീൻ സഭയുടെ കുർബാനയിലാണെങ്കിലും സീറോ മലബാർ സഭയുടെ കുർബാനയിലാണെങ്കിലും കരങ്ങൾ എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങയുടെ അധരങ്ങളിൽ നിന്ന് പറയാതെ, അങ്ങയുടെ വായിൽ നിന്നെന്ന് പറയാതെ കരങ്ങളിൽ നിന്നെന്ന് പറയുന്നത്? ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ചിലത് മാത്രം ചൂണ്ടിക്കാണിക്കാം. ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ടാണ് ഈ പുരോഹിതൻ പറയുന്നത്, ഈ കുർബാന ചൊല്ലുന്നതല്ലോ. ക്രിസ്തു എന്ന ആളിൽ നിന്നുകൊണ്ട് അപ്പവും വീഞ്ഞും വൈദികൻ പിതാവിങ്കലേക്ക് ഉയർത്തുന്നത് കരങ്ങൾ ഉപയോഗിച്ചിട്ടാ, അല്ലെ? അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി, ഇതൊക്കെ
കൈകൾ കൊണ്ടാണ് ചെയ്യുന്നത്. ഈ അപ്പമെടുത്ത് ദൈവത്തിങ്കിലേക്ക് ഉയർത്തിപ്പിടിക്കുക, വീഞ്ഞ് പാനപാത്രം എടുത്ത് ദൈവത്തിൽ ഉയർത്തിപ്പിടിക്കുക, അത് കരങ്ങൾ വഴിയാണ്. ഈ ഉയർത്തിപ്പിടിക്കലിനെ പ്രോസ്പെറോ എന്ന് പറയും. പ്രോസ്പെറോ, ഇങ്ങനെ ദൈവത്തിരുമ്പിലേക്ക് പൊക്കിപ്പിടിക്കുക, അത് ദൈവത്തിന്റെ ഉപയോഗത്തിനായി പൊക്കിപ്പിടിക്കുകയാണ്. ഈ അപ്പം, ഈ പാനപാത്രം ദൈവത്തിന്റെ ഉപയോഗത്തിനായി പുരോഹിതൻ പൊക്കിപ്പിടിക്കുകയാണ് സ്വർഗത്തിലേക്ക്. ആ പൊക്കിപ്പിടിക്കുന്ന എങ്ങനെയാണ്? കരങ്ങൾ ഉപയോഗിച്ചിട്ടാ. ദൈവമേ ഇത് നീ എടുക്കുക എന്ന് പറഞ്ഞിട്ട് ദൈവത്തിങ്കിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ് അപ്പവും വീഞ്ഞും ദൈവത്തിന്റെ ഉപയോഗത്തിനായി. അപ്പോൾ ദൈവം അത് സ്വീകരിച്ചിട്ട് അതിലേക്ക് തന്റെ ആത്മാവിനെ അയക്കുകയാണ്. ദൈവത്തിങ്കിലേക്ക് പുരോഹിതൻ കൈകളില് അപ്പമെടുത്ത് പാനപാത്രം എടുത്ത് ദൈവത്തിന്റെ ഉപയോഗത്തിനെ പൊക്കിപ്പിടിക്കുമ്പോൾ അതിലേക്ക് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ്. ഒരു കാര്യം. 2, പുരോഹിതൻ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവപിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, ദൈവപിതാവ് പരിശുദ്ധാത്മാവിനെ കരങ്ങളിലേക്ക് അയക്കുകയാണ്. കരങ്ങളിലേക്ക്. ആ പ്രാർത്ഥന നിങ്ങൾ ഓർക്കുന്നില്ലേ? നമുക്കൊന്നുകൂടി കേൾക്കാം. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു, ആവർത്തിക്കലും ക്ഷമിക്കണേ, അല്ലെങ്കിൽ മനസ്സിലാകാതെ വരുന്നു മേടിച്ചിട്ടാ. കർത്താവേ, സർവ്വശുദ്ധരെയും ഉറവിടമായ അങ്ങ് സത്യം പരിശുദ്ധനാകുന്നു, ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കൽ പവിത്രമാക്കണമേ. അപ്പൊ ഇങ്ങനെ ഈ കൈകൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ കൈകളിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കുകയാണ് ദൈവപിതാവ് കരങ്ങളിലേക്ക്. അങ്ങനെ അയക്കുന്നത് കൊണ്ട് കാണിക്കകൾ പവിത്രമാക്കണമെന്ന് പറഞ്ഞിട്ട് കൈകൾ കൂപ്പി, അങ്ങനെ ഇവ ഞങ്ങളെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരവും രക്തവുമായി തീർക്കുമാറാകട്ടെ. കുരിശ് വരയ്ക്കുകയാണ്. കുരിശ് വരയ്ക്കുമ്പോൾ അപ്പൊ ഈ പരിശുദ്ധാത്മാവ് ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഇറങ്ങി വരുന്നത് വൈദികന്റെ കരങ്ങളിലൂടെയാണ് പരിശുദ്ധാത്മാവ് ഈ അപ്പത്തിലേക്കും വീഞ്ഞിലേക്കും ഇറങ്ങി വരുന്നത്. അപ്പൊ കരങ്ങൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങേ കരങ്ങളിൽ നിന്ന് ബലി സ്വീകരിക്കുമാറാകട്ടെ, ഈ ബലി എന്റെ കരങ്ങൾ വഴി പൂർത്തിയാക്കാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എന്നൊക്കെ നമ്മൾ കുർബാനയിൽ കാണുന്നത്. 3, ഈ ലോകത്തില് ദൈവത്തിന്റെ കൃപയുടെ സിംഹാസനമാണ് കരങ്ങൾ എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. ഈ ലോകത്തിൽ ദൈവത്തിന്റെ കൃപയുടെ സിംഹാസനം. നിങ്ങളിപ്പോ ഞാനൊരു വൈദികനാണ്, നിങ്ങൾ എന്റെ മകളെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു വരില്ലേ? ഇവിടെ ധ്യാനങ്ങളെല്ലാം കഴിയുമ്പോൾ ആളുകൾ, ധ്യാനത്തിന് മാത്രമല്ല, പലപ്പോഴും ഞായറാഴ്ച കുർബാന കഴിയുമ്പോഴും ആളുകൾ അച്ഛൻ്റെ അടുത്ത് വന്ന് മുട്ടുകുത്തും, അല്ലെങ്കിൽ കുമ്പിട്ട് നിൽക്കും, അനുഗ്രഹിക്കാൻ പറഞ്ഞിട്ട്, ആശീർവദിക്കാൻ പറഞ്ഞ്. അച്ഛൻ കൈകൾ തലയിൽ വെച്ച്, നമ്മൾ ഈ കരങ്ങൾ വെച്ചിട്ടാണ് അച്ഛൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത്. ഈ കരങ്ങൾ കൊണ്ടാണ് കുറിച്ച് പറയുന്നത്, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിക്കുന്നു, എനിക്ക് കർത്താവ് നൽകി അധികാരം ഉപയോഗിച്ച് നിന്റെ പാപങ്ങൾ ക്ഷമിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കൈകൾ ഉപയോഗിച്ച് സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. കരങ്ങൾ ഉപയോഗിച്ച്, എല്ലാം കരങ്ങളാണ്. ഈ കരങ്ങൾ കൊണ്ടാണ് ആശീർവദിക്കുന്നത്, ഈ കരങ്ങൾ കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്, കരങ്ങൾ തലയിൽ വെച്ചിട്ടാണ് ആശീർവദിക്കുന്നത്, എല്ലാം കരങ്ങളാണ്. അതുകൊണ്ട് കൃപയുടെ സിംഹാസനമാണ് പുരോഹിതന്റെ കരങ്ങൾ. ഇത് ബെനഡിക്ട് 16 മാർപ്പാപ്പ പറഞ്ഞ വാക്കുകളാ. ലോകത്തിൽ ദൈവത്തിന്റെ കൃപയുടെ സിംഹാസനമാണ് കരങ്ങള്. അതുകൊണ്ടാണ് പുരോഹിതന്റെ കൈകള് അഭിഷേകം ചെയ്യുന്നത്. മെത്രാൻ കൈകൾ തലയിൽ വെച്ചിട്ടാണ് പട്ടം കൊടുക്കുന്നത്. കൈവെപ്പ്, കരങ്ങള്, ഇതെല്ലാം പുതിയ നിയമത്തിലുള്ളതാണ്. പുതിയ നിയമത്തില് കൈകൾ വെച്ചിട്ടാണ് കർത്താവ് പട്ടം കൊടുത്തത് സ്ലീഹന്മാർക്ക്. സ്ലീഹന്മാര് കയ്യൊപ്പിലൂടെയാണ് പരിശുദ്ധാത്മാവിനെ കൊടുത്തതും പട്ടം കൊടുത്തതും. ഇതൊക്കെ ബൈബിളിലുള്ളതാ, പുതിയ നിയമത്തിലുള്ളതാ. 4, ദൈവം മനുഷ്യനായ ആളാണല്ലോ ക്രിസ്തു. അവൻ തന്റെ മനുഷ്യകരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അധ്വാനിച്ച് ആഹാരം തേടിയത്. അതിനാൽ കരങ്ങൾ വെറുമൊരു നമ്മുടെ ശരീരത്തിൽ ഒരു അവയവം മാത്രമല്ല, ഇങ്ങനെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി അത് മാത്രമല്ല, ഭൗതിക ഉപകരണം മാത്രമല്ല, അതൊക്കെയാണ്. ദൈവത്തിന്റെ സർഗാത്മക പ്രവൃത്തിയില് യേശു പങ്കുചേർന്നത് ഈ കൈകൾ ഉപയോഗിച്ചിട്ടാണ്, അധ്വാനിച്ചിട്ട്. അപ്പൊ ഇത് വിശുദ്ധ ഉപകരണമാണ്. വിശുദ്ധ ഉപകരണം. ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് സ്ലീഹന്മാരുടെ മേല് ഊതി കൈകൾ വെച്ച് പട്ടം കൊടുക്കുന്നു, കൈകൾ വെച്ച് രോഗങ്ങളെ സൗഖ്യപ്പെടുത്തുന്നു, കൈകൾ കൊണ്ട് ചെളിയുണ്ടാക്കി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അത് കണ്ണുകളിൽ പൂശുന്നു, എന്നിട്ട് പോയി കഴുകാൻ പറയുന്നു. അവൻ പോയി കൈകൾ കൊണ്ട് കഴുകുന്നു. കൈകൾ കൊണ്ടാണ് എല്ലാം. അപ്പൊ കർത്താവ് രോഗികളെ സുഖപ്പെടുത്തിയത് അധ്വാനിച്ച കൈകൾ കൊണ്ടാണ് രോഗികളെ സുഖപ്പെടുത്തിയത്. അതുകൊണ്ടാണ് പട്ടം കൊടുത്തത്. ഈ കൈകളാണ് കർത്താവ് കുരിശില് ഇങ്ങനെ വിരിച്ചു പിടിച്ചത്. അങ്ങനെ വിരിച്ചു പിടിച്ചപ്പോൾ എന്താ സംഭവിച്ചത്? മരണത്തെ തോൽപ്പിച്ചു, സാത്താനെ ബന്ധിച്ചു. ഇതൊക്കെ ചെയ്തത് ഈ കരങ്ങൾ കൊണ്ടാണ്. അപ്പൊ കുരിശില് അവൻ കരങ്ങൾ വിരിച്ചു പിടിച്ചപ്പോൾ
മരണത്തെ തോൽപ്പിക്കുകയും സാത്താനെ പരാജയപ്പെടുത്തുകയും ചെയ്തു. ഇനി അഞ്ചാമത്തെ ഒരർത്ഥം പറയാം. ലത്തീൻ വേദത്തില് കാഴ്ചവസ്തുക്കള് ദൈവത്തെങ്കിലേക്ക് ഉയർത്തിപ്പിടിക്കുമല്ലോ. അപ്പോ ഉയർത്തിപ്പിടിക്കുമ്പോൾ പറയുന്ന പ്രാർത്ഥന ഇല്ലേ, ബ്ലെസ്ഡ് ആർ യു ലോർഡ് ഗോഡ് ഓഫ് ക്രിയേഷൻ, ത്രൂ യുവർ ഗുഡ്നസ് വി ഹാവ് ദിസ് ബ്രെഡ് ടു ഓഫർ, ഫ്രൂട്ട് ഓഫ് ദി എർത്ത്, വർക്ക് ഓഫ് ഹ്യൂമൻ ഹാൻഡ്സ്. മനുഷ്യകരങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായ ഈ അപ്പം, മനുഷ്യകരങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലമായ വീഞ്ഞ്, മനുഷ്യകരങ്ങളുടെ ദ വർക്ക് ഓഫ് ഹ്യൂമൻ ഹാൻഡ്സ്. അപ്പത്തെ പറയുന്നത് ദ വർക്ക് ഓഫ് ഹ്യൂമൻ ഹാൻഡ്സ്, വീഞ്ഞിനെ പറയുന്നത് ദ വർക്ക് ഓഫ് ഹ്യൂമൻ ഹാൻഡ്സ്. മനുഷ്യകരങ്ങളുടെ ഫലം, മനുഷ്യകരങ്ങളുടെ പ്രയത്ന ഫലം. ഈ കാഴ്ചവസ്തുക്കള് ലത്തീൻ സഭയില് കുർബാനയില് സമർപ്പിക്കുമ്പോൾ പറയുന്നതാണ് മനുഷ്യകരങ്ങളുടെ പ്രയത്നഫലമായി ഈ അപ്പം, മനുഷ്യകരങ്ങളുടെ പ്രയത്നഫലമായ വീഞ്ഞ്. അവയെ ഇത് ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇത് നിനക്ക് തരികയാണ്. നിനക്ക് തരുമ്പോൾ നീ അത് രൂപാന്തരപ്പെടുത്തി ദൈവപുത്രന്റെ ശരീരരത്നങ്ങളാക്കി മാറ്റുക. മനുഷ്യ പ്രയത്നത്തെ ദൈവകൃപയിലേക്ക് ഉയർത്തിപ്പിടിക്കുകയാണ്. മനുഷ്യ പ്രയത്നത്തെ ദൈവകൃപയിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നത് കരങ്ങൾ വഴിയാ. കരങ്ങൾ വഴി നമ്മൾ അധ്വാനിക്കുന്നത്, ആ കരങ്ങള് വഴി അധ്വാനിച്ചത് ദൈവത്തിന്റെ കൃപയിലേക്ക് എടുത്തു വെക്കുകയാണ്. കരങ്ങൾ വഴിയാണ്. ഇനി ഈ മനുഷ്യ ഹൃദയത്തിന്റെ ദൈർഘ്യമാക്കലാണ് കരങ്ങൾ, അല്ലെ? നിങ്ങളുടെ കുഞ്ഞിനെ എങ്ങനെയാ ഓമനിക്കുക? കൈകളിലെടുത്തിട്ട്, എന്നിട്ട് അതിനെ തലോടുന്നു, അല്ലേ? ആലിംഗനം ചെയ്യുന്നു, ഷെയ്ക്കൻഡ് കൊടുക്കുന്നു, നിങ്ങളൊരു വിഷ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമസ്തേ പറയുന്നു, ഒക്കെ കരങ്ങൾ ഉപയോഗിച്ചിട്ടാ. അപ്പൊ നമ്മുടെ ഹൃദയം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? സ്നേഹിക്കാൻ, ചുംബിക്കാൻ, ആലിംഗനം ചെയ്യാൻ, സ്വാഗതം ചെയ്യാൻ. ഇതൊക്കെ ഹൃദയം ആഗ്രഹിക്കുന്നത് കൈകളാണ് ചെയ്യണേ. അപ്പൊ മനുഷ്യ ഹൃദയത്തിന്റെ ഒരു എക്സ്റ്റൻഷൻ, ദൈർഘ്യമാക്കലാണ് കരങ്ങള്. കരങ്ങൾ കൊണ്ടാണ് സ്നേഹം പ്രകടിപ്പിക്കുന്നത്. കരങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇല്ലേ, ദമ്പതികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും സ്നേഹിതന്മാരാണെങ്കിലും വ്യത്യസ്ത ചേഷ്ടകളാണെങ്കിലും എല്ലാം കൈകൾ കൊണ്ടാണ്. തീർച്ചയായിട്ടും മറ്റവയവങ്ങൾക്കൊന്നും പ്രാധാന്യമില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ കൈകൾക്ക്, ഈ ഹൃദയത്തിന്റെ ദൈർഘ്യമാക്കലിൽ കൈകൾക്ക് വലിയ വലിയ സ്ഥാനമുണ്ട്. വിപരീത ദിശയില് മിക്കപ്പോഴും പാപം ചെയ്യുന്നതും ഈ കരങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോ നന്മ ചെയ്യുന്നതും സ്നേഹിക്കുന്നതും ഇല്ലേ, സ്നേഹത്തിൻ്റെതായ ചേഷ്ടകൾ ചെയ്യുന്നതിൽ മുഖ്യ പങ്കും കൈകളാണ്. അപ്പൊ മനുഷ്യ ഹൃദയത്തിന്റെ ഈ ദൈർഘ്യമാക്കലാണ് കരങ്ങള്. ഈ നമ്മൾ കണ്ടു കഴിഞ്ഞ ഒന്നുകൂടി പറയാണ്, പുരോഹിതന്റെ മനുഷ്യ കരങ്ങളാണ് തൈലം ഉപയോഗിച്ച് അഭിഷേകം ചെയ്ത് ദൈവത്തിൻ്റെതാക്കി മാറ്റുന്നത്. അതായത് ദൈവകരങ്ങളിലേക്ക് പുരോഹിതനെ ഇല്ലേ എടുത്തു വെക്കുകയാണ്. പുരോഹിതൻ ചെന്ന് വീഴുകയാണ് ദൈവകരങ്ങളിലേക്ക്. അതായത് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ബാഹ്യ അടയാളമായ തൈലം അച്ഛന്റെ കൈകളിൽ പൂശുമ്പോൾ ദൈവകരങ്ങളിലേക്ക് പുരോഹിതൻ എടുത്തു വെക്കുകയാണ്. ദൈവകരങ്ങളിലേക്ക് അച്ഛനെടുത്ത് ഇടുകയാണ്. അതിലൂടെ ദൈവത്തിന്റെ ഉപകരണമായി മാറി, ദൈവത്തിൻ്റെതായി മാറി, ദൈവകൃപയുടെ ചാല് ആകാൻ, ദൈവകൃപയുടെ നീർച്ചാല് ഒഴുകുന്ന ചാല്, കനാല് ആകാൻ പുരോഹിതന്റെ കരങ്ങളെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. പുരോഹിതന്റെ കരങ്ങളെ. ചുണ്ടുകളല്ല തൈലം പൂശുന്നത്, കരങ്ങളെയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഭൂഗർഭാലയങ്ങൾ, നിങ്ങൾ റോമിൽ പോകുന്ന കാണുന്ന സംഗതിയാണ് ഭൂഗർഭാലയങ്ങൾ. അവിടെ നിങ്ങൾ ചുമരിൽ കണ്ട ചിത്രം, ഫോട്ടോ എടുക്കാനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങൾക്ക് ഇന്റർനെറ്റ് നോക്കി കിട്ടും, അവരിട്ടിട്ടുണ്ട്. ഈ ഭൂഗർഭാലയങ്ങൾ എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ വിരിച്ചു പിടിച്ച് നിൽക്കുന്ന, ഇങ്ങനെ കരങ്ങൾ വിരിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം കാണാം. സ്ത്രീ, നമ്മുടെ ഈ കൊത്തീന അല്ലെങ്കിൽ ആൽബ എന്ന് പറയില്ലേ, ആൽബ്, അത് ഇട്ടിട്ട് ഇങ്ങനെ കൈകൾ വിരിച്ചു പിടിച്ച് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ രൂപം, പ്രാർത്ഥിക്കുന്ന സ്ത്രീയുടെ രൂപമായിട്ട് നമുക്ക് തോന്നുക. സ്ത്രീയാണ്. അതിന് ഒറാൻസ് എന്നാണ് പറയാ. ഒറാൻസ്, ORANS, ഒറാൻസ്. ലത്തീനുള്ളത് അങ്ങനെ പറയാം. പ്രാർത്ഥിക്കുന്ന ആള്, അപേക്ഷിക്കുന്ന ആള് എന്നൊക്കെയാണ് അതിന് തർജ്ജമ ചെയ്തിരുന്നത്. പക്ഷേ സഭാപിതാക്കന്മാർ അങ്ങനെയല്ല അതിന് വ്യാഖ്യാനിച്ചത്. കുരിശിന്റെ രൂപരേഖ എന്നാണ്, ദ ഔട്ട്ലൈൻ ഓഫ് ദ ക്രോസ്. നിങ്ങൾ നോക്കി, ഇങ്ങനെ എന്നെ നോക്കിയേ. കുരിശ്, ഞാൻ ഈ ഇതില് വീഡിയോയിൽ കാണാത്തോണ്ട കൈകൾ ഇങ്ങനെ വിരിച്ചു പിടിക്കാത്തത്. ഇങ്ങനെ വിരിച്ചു പിടിച്ചാൽ കുരിശാണ്. കൈകൾ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. കുരിശാകൃതിയില് കുരിശിന്റെ രൂപരേഖയാണ് ഈ ഭൂഗർഭാലയങ്ങളിലെ കാറ്റഗംസിലുള്ള ഈ പ്രാർത്ഥിക്കുന്ന സ്ത്രീയുടെ ചിത്രം. റോമായിൽ ലഭിച്ച ക്ലെമന്റ്, അലക്സാണ്ടറിൽ ലഭിച്ച ക്ലെമന്റ്, ടേർട്ടുലിനൊക്കെ പറയുന്നത് ഇത് കുരിശിന്റെ രൂപരേഖയാണെന്ന്. കുരിശിന്റെ
പ്രാർത്ഥിക്കുന്ന സ്ത്രീ, അപേക്ഷിക്കുന്ന സ്ത്രീ എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. കുരിശാണ്. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുവരെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. 1 തിമോഥെയോസ് മെത്രാനോട് 1 തിമോത്തി 2:8 ഒറാന്റെ എന്നതിന് കൈകൾ ഉയർത്തി നിൽക്കുന്ന ആള് എന്നാണ് അർത്ഥം. കൈകൾ ഉയർത്തി നിൽക്കുന്ന ആള് ഒറാന്റെ. അപ്പൊ നമുക്ക് സ്വാഭാവിക ചോദ്യം വരും, അയ്യോ അച്ചോ, പുരോഹിതന്മാരെ കാര്യം പറയുമ്പോൾ ഇത് സ്ത്രീയാന്നല്ലേ പറഞ്ഞത്? ഒരു സ്ത്രീയാണ് ഇങ്ങനെ കൊത്തീനെ പോലത്തെ ഇട്ട് അല്ലെങ്കിൽ ആൽബ ഇട്ടിട്ട് നിൽക്കുന്ന പറഞ്ഞത്. സ്ത്രീ എന്തുകൊണ്ട് സ്ത്രീ? ഈ ഒറാൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീ? മുൻപ് വ്യാഖ്യാനിച്ചിരുന്നത് സ്ത്രീയായിട്ട് ചിത്രീകരിച്ചത് സഭയാണെന്നാണ്. സഭയെ മണവാട്ടി, ദൈവത്തിന്റെ മണവാട്ടിയായിട്ടാണല്ലോ, ക്രിസ്തുവിന്റെ മണവാട്ടിയായിട്ടാണ് അവതരിപ്പിക്കുന്നത്. അപ്പോൾ സഭയാണ് ഇങ്ങനെ, സഭയായതുകൊണ്ടാണ് സ്ത്രീ രൂപത്തിൽ എന്നാണ് മുമ്പത്തെ വ്യാഖ്യാനം. ഇപ്പൊ കുറേയും കൂടെയൊക്കെ ഗവേഷണങ്ങൾ മുന്നോട്ട് പോയപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അത് വാസ്തവത്തിൽ സഭയല്ല, മറിച്ച് സ്വർഗീയ മഹത്വത്തിൽ പ്രവേശിച്ച് ദൈവ തിരുമുമ്പിൽ ആരാധിച്ച് നിൽക്കുന്ന ആത്മാവിനെയാണ്, ആത്മാവ് മനുഷ്യാത്മാവിനെയാണ് സ്ത്രീയായിട്ട് സങ്കല്പിച്ച് ഇങ്ങനെ കുരിശാകൃതി നിർത്തിയിരിക്കുന്നത്. സഭയെ, തീർച്ചയായിട്ടും സഭ എന്നുള്ള അർത്ഥം ഉണ്ടാകാം, പക്ഷെ ഇപ്പോ പറയുന്നത് അതല്ല. സ്വർഗീയ മഹത്വത്തിൽ, അതായത് സ്വർഗീയ മന്ദിരത്തിൽ പ്രവേശിച്ച്, സ്വർഗത്തിലെ ദേവാലയത്തിൽ പ്രവേശിച്ച് ദൈവ തിരുമുമ്പിൽ ആരാധിച്ചു നിൽക്കുന്ന, കുരിശ് രൂപത്തിൽ ആരാധിച്ചു നിൽക്കുന്ന ആത്മാവ്. ലിറ്റർജിയുടെ ചൈതന്യം എന്ന പുസ്തകത്തില്, ഇത് മലയാളത്തിൽ കിട്ടാനുണ്ടായിരിക്കാം, ദ സ്പിരിറ്റ് ഓഫ് ദി ലിറ്റർജി, പേജ് 204 അത് എഴുതിയിട്ടുണ്ട് മാർപ്പാപ്പ. അപ്പോൾ ആത്മാവിനെ എപ്പോഴും സ്ത്രീ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. കാരണം സ്വർഗീയ വിവാഹ ചടങ്ങില് വധു ഘടകമാണത്. അതായത് മണവാട്ടി, ദിവ്യകുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന് സ്വർഗത്തിലെ, മണവാളൻ ദിവ്യകുഞ്ഞാട്, മണവാട്ടി മനുഷ്യാത്മാവ്. സഭ എന്നർത്ഥമുണ്ട്, പക്ഷെ മനുഷ്യാത്മാവ് എന്നാണ്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി അർത്ഥങ്ങൾ കിട്ടുകയാണ്. ലത്തീൻ സഭയിലാണെങ്കിലും സീറോ മലബാർ സഭയിലാണെങ്കിലും ദിവ്യബലിയുടെ തുടക്കത്തില് ലത്തീൻ സഭയില് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ, ദൈവജനം എന്താണ് പ്രതിസ്പന്ദമായിട്ട് പറയുന്നത്? അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ പറയണേന്ന്? അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. അങ്ങും അങ്ങയുടെ ആത്മാവും രണ്ടാണോ? ഇവിടെ രണ്ടാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് പൗരോഹിത്യത്തെയാണ് ഈ ആത്മാവ് എന്ന് പറയണേ. അങ്ങയോടും അങ്ങയ്ക്ക് നൽകപ്പെട്ട പരിശുദ്ധ പൗരോഹിത്യത്തോടും. ആ പൗരോഹിത്യത്തെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത്. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ എന്ന് പറഞ്ഞാൽ അങ്ങയോടും അങ്ങയുടെ പൗരോഹിത്യത്തോടും കൂടെ. ആ പൗരോഹിത്യത്തെ ആത്മാവായി സ്ത്രീയായി സങ്കല്പിച്ചിരിക്കുക. പുരുഷനായിരിക്കുന്ന പുരോഹിതന് പൗരോഹിത്യം കൊടുത്തിരിക്കുന്നത് സ്ത്രീ രൂപത്തിലാണ്, ആത്മരൂപത്തിലാണ്. അപ്പോ അങ്ങയോടും, അങ്ങാകുന്ന ആള് അങ്ങയോടും അങ്ങയ്ക്ക് കർത്താവ് നൽകിയ പൗരോഹിത്യം എന്ന ആത്മാവോടും. ഇതാണ് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. ഈ ആത്മാവിനെയാണ്, അതായത് പൗരോഹിത്യം എന്ന ആത്മാവിനെയാണ് സ്ത്രീയായി സങ്കല്പനം ചെയ്തിരിക്കുന്നത്. എന്നിട്ട് കുരിശാകൃതി നിർത്തുന്നത്. കാരണം ഇവിടെ നടക്കുന്നത് ഭൂമിയിലെ പ്രാർത്ഥനയല്ല, സ്വർഗത്തിലെ മഹത്വമാർന്ന ലിറ്റർജിയാണ്. അവിടെ കുരിശാകൃതി നിൽക്കുന്നത് അച്ഛന്റെ പൗരോഹിത്യമാകുന്ന ആത്മാവാണ്. ഇതാണ് അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. അങ്ങ് ഭൂമിയിലാണെങ്കിലും അങ്ങയുടെ പൗരോഹിത്യത്തിന് ആത്മാവ് സ്വർഗത്തിൽ ലിറ്റർജിയിലാണ് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് അങ്ങയ്ക്ക് കർത്താവ് നൽകിയ, പുരോഹിതനോട് പറയാണ്, അങ്ങയ്ക്ക് കർത്താവ് നൽകിയ പൗരോഹിത്യം എന്ന ആ ആത്മാവ്, ആ സ്ത്രീയായിട്ട് സങ്കല്പിച്ചിരിക്കുകയാണ്. കർത്താവ് പുരോഹിതൻ കൊടുത്തിരിക്കുന്ന പൗരോഹിത്യമാണ് അവന്റെ വധു. പുരോഹിതന്റെ വധു അവന്റെ പൗരോഹിത്യമാണ്. ആ പൗരോഹിത്യമാണ് കുരിശാകൃതിയില്, കർത്താവിന്റെ കുരിശിന്റെ ആകൃതിയില് നിൽക്കുന്നത്. സ്വർഗത്തിലെ മഹത്വമാർന്ന ലിറ്റർജിയില് ഈ വൈദികന്റെ പൗരോഹിത്യം എന്ന ആത്മാവ് കുരിശാകൃതിയിൽ നിൽക്കുകയാണ്. സ്വർഗീയ മണവാളനായ ദിവ്യ കുഞ്ഞാടിന്റെ കല്യാണ വിരുന്ന് മുൻകൂറായി അനുഭവിക്കുകയാണല്ലോ ദിവ്യബലിയില്. അവിടെ മണവാട്ടിയായി നിൽക്കുന്നത് പുരോഹിതന്റെ പൗരോഹിത്യ ആത്മാവാണ്, പൗരോഹിത്യമാണ്. പുരോഹിതന്റെ പൗരോഹിത്യമാണ് അവന്റെ ആത്മാവ്. അത് സ്ത്രീ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു, മണവാളന്റെ മണവാട്ടിയായിട്ട്, ദിവ്യ മണവാളന്റെ മണവാട്ടി. അതുകൊണ്ടാണ് കർത്താവ് കർത്താവ് നിങ്ങളോടുകൂടെ എന്ന് പറയുമ്പോൾ, പുരോഹിതൻ പറയുമ്പോൾ അവര് പറയാണ് അങ്ങയോടുകൂടെയുണ്ട്, അങ്ങയിലുള്ള മണവാട്ടിയായ ദിവ്യകുഞ്ഞാന്റെ മണവാട്ടിയായ പൗരോഹിത്യത്തിന്റെ ആത്മാവിന്റെ കൂടെയുണ്ട്, പൗരോഹിത്യത്തോടു കൂടെയുണ്ട്. ആ പൗരോഹിത്യമാണ് ആത്മാവെന്ന് പറയണേ.
ആ പൗരോഹിത്യത്തിന്റെ അഭിഷേകം സ്വീകരിച്ചിട്ടുള്ളത് കരങ്ങളിലാണ്. പൗരോഹിത്യത്തിന്റെ അഭിഷേകം സ്വീകരിച്ചിട്ടുള്ളത് കരങ്ങളിലായതുകൊണ്ട്, ആ കരങ്ങൾ ഉപയോഗിച്ച് കർത്താവിനെ എടുക്കുന്നത് കൊണ്ട് അതാണ് വൈദിക ആത്മാവിന്റെ ബാഹ്യമായ അടയാളം. വൈദിക ആത്മാവിന്റെ ബാഹ്യമായ അടയാളം കരങ്ങളാണ്. കരങ്ങളെ പ്രാധാന്യം മനസ്സിലായോ? ഇതുകൊണ്ടാണ് ഈ കരങ്ങൾ 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 എന്ന് പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കരങ്ങള് സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു, റൂഹായെ ക്ഷണിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഈ എപ്പിക്ലേസിസ് എന്ന് പറയുന്നത്, റൂഹാക്ഷണ പ്രാർത്ഥന. റൂഹാക്ഷണ പ്രാർത്ഥനയ്ക്ക് ലത്തീൻ സഭയിൽ വളരെ വിശേഷപ്പെട്ട സ്ഥാനമുണ്ട്. മുൻപ് അത്ര സ്ഥാനം അവർ കണ്ടെത്തിയിരുന്നില്ല. പക്ഷെ ഇപ്പോ അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനൊരു തെളിവാണ് നമ്മൾ കണ്ട പ്രാർത്ഥനയില്. എന്താണ് പ്രാർത്ഥന? പരിശുദ്ധാത്മാവിനെ വിളിക്കുന്ന പ്രാർത്ഥനയിൽ എന്താ കണ്ടത്? ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. മഞ്ഞുകണം പോലെ എന്ന് മുമ്പത്തെ തക്സയിൽ ഉണ്ടായിരുന്നില്ല. വളരെ മുമ്പ് ഉണ്ടായിരുന്നു, എനിക്ക് അറിയില്ല. കുറച്ച് ഇപ്പൊ വീണ്ടെടുക്കപ്പെട്ട തക്സ വരുന്നത് വരെ ഈ മഞ്ഞകണം പോലെ ഉണ്ടായിരുന്നില്ല. ഞാനൊക്കെ ലത്തീൻ കുർബാന ചൊല്ലിത്തുടങ്ങിയത് 98-ലാണ്. ആ സമയത്തില്ല, ഇന്ത്യയിലില്ല. അപ്പൊ അതിനുശേഷമാണ് ഈ മഞ്ഞകണം പോലെ എന്ന് വരുന്നത്. വളരെ പ്രാചീനമായ തക്സയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അന്നത്തെ ലത്തീൻ സഭയുടെ കാര്യം എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് ഈ മഞ്ഞകണം പോലെ? എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. ഈ പുതിയ തക്സ വന്നു കഴിഞ്ഞപ്പോഴും മിസൽ വന്നു കഴിഞ്ഞപ്പോഴും ഈ മഞ്ഞകണം പോലെ വന്നപ്പോൾ സെമിനാരിയിൽ ചമ്മാച്ചന്മാർ എന്നോട് ചോദിച്ചിട്ടുണ്ട്. ലിറ്റർജി പഠിപ്പിക്കുന്ന പ്രൊഫസർമാരുണ്ടായിരുന്നു, പക്ഷെ അവരോടല്ല അവർ ചോദിച്ചത്, എന്നോടാണ്. അപ്പൊ അന്ന് ഞാൻ അതിന്റെ ചെറിയൊരു വ്യാഖ്യാനം കൊടുത്തു. അങ്ങനെ ചോദിക്കുന്ന ചമ്മാച്ചന്മാരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോയിൽ ഞാൻ കുറച്ചുകൂടി വിശദമായി നൽകുകയാണ്. ഞാൻ അവർക്ക് അന്നൊരു ഉത്തരം കൊടുത്തിരുന്നു, പക്ഷെ ഇപ്പൊ ഞാൻ കുറച്ചുകൂടി വിശദമായി നൽകുകയാണ്. എന്തുകൊണ്ടാണ് ഈ മഞ്ഞകണം പോലെ എന്ന് പറയുന്നത്? കുർബാനയിൽ എന്താണ് സംഭവിക്കുന്നത്? സ്വർഗീയ മന്നയായിട്ട് കർത്താവ് തന്നെ തരികയാണ്. പഴയ നിയമത്തില് മന്ന നൽകപ്പെടുന്നതിന് മുമ്പ് മഞ്ഞകണം വരുന്നുണ്ട്. പുറപ്പാടിന്റെ പുസ്തകം 16-ാമത്തെ അധ്യായം 13 മുതൽ 15 വരെ വാക്യങ്ങൾ നോക്കിയാൽ, വൈകുന്നേരം കാടപ്പക്ഷികൾ വന്ന് പാളയം മൂടി. രാവിലെ പാളയത്തിന് ചുറ്റും മഞ്ഞുകണം വീണ് കിടന്നിരുന്നു. മഞ്ഞുരുകിയപ്പോൾ മരുഭൂമിയുടെ ഉപരിതലത്തിൽ പൊടിമഞ്ഞ് പോലെ വെളുത്തുരുണ്ട് ലോലമായ ഒരു വസ്തു കാണപ്പെട്ടു. ഇസ്രായേൽക്കർ ഇത് കണ്ടപ്പോൾ അതെന്താണെന്ന് അറിയായികയാൽ പരസ്പരം ചോദിച്ചു, മാൻ ഹൂ, ഇതെന്താണ്? അപ്പോൾ മോശെ അവരോട് പറഞ്ഞു, യാഹ്വേ നിങ്ങൾക്ക് ഭക്ഷിക്കാൻ തന്നിരിക്കുന്ന ആഹാരമാണിത്. മാൻ ഹൂ, ഇത് എന്താണ്? അതിൽ നിന്നാണ് മന്ന. വാട്ട് ഈസ് ദിസ്? എന്താണിത്? മന്ന. അപ്പോൾ മന്ന നൽകപ്പെടുന്നതിന് മുമ്പ് മഞ്ഞ് വീണ് കിടക്കുന്നു. മന്ന കർത്താവ് പിന്നീട് പറയുന്നുണ്ട്, ആ മന്ന ഭക്ഷിച്ചവരൊക്കെ മരിച്ചുപോയി. സ്വർഗത്തിൽ നിന്ന് ശരിക്കുള്ള മന്ന എന്റെ ശരീരമാണ്, എന്റെ മാംസമാണ്, എന്റെ രക്തമാണ്. അപ്പോൾ ശരിക്കുള്ള മന്ന നൽകപ്പെടുന്നതിന് മുമ്പ് മഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്. ഇതാണ് മഞ്ഞകണം പോലെ. പഴയ നിയമത്തിൽ മന്ന നൽകപ്പെടുന്നതിന് മുമ്പ് മഞ്ഞകണം വന്നതുപോലെ ഇപ്പോൾ സ്വർഗീയ മന്ന വരുന്നതിന് മഞ്ഞകണം വരണം. മഞ്ഞകണം പോലെ പരിശുദ്ധാത്മാവ് വരണം. ഇതാണ് പുരോഹിതൻ പറയുന്നത്. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. എന്തൊരു ആഴമേറിയ ദൈവശാസ്ത്രമാണത്. ലത്തീൻ സഭയിലെ എപ്പിക്ലൈസ് ആണ് ഞാൻ ഈ പറയുന്നത്, റൂഹാക്ഷണ പ്രാർത്ഥന. തീർന്നില്ല. ഈ മഞ്ഞിന് വേറൊരർത്ഥമുണ്ട്. ഫലപുഷ്ടി, ഉർവരത, ഫെക്കുണ്ടിറ്റി എന്ന് പറയല്ലോ അല്ലേ? ഫെർട്ടിലിറ്റി, ഫെക്കുണ്ടിറ്റി, അതായത് പ്രത്യുൽപാദന ശേഷി എന്നിവയുടെ പ്രതീകമായിട്ടാണ് മഞ്ഞകണത്തെ, തുഷാര ബിന്ദുവിനെ ബൈബിൾ കാണുന്നത്. അതായത് പരിശുദ്ധ റൂഹ എന്ന സർഗാത്മക ശക്തിയുടെ പ്രതീകമാണത്. സൃഷ്ടിക്കുന്ന ആള് എന്ന അർത്ഥത്തിലാണ് സർഗശക്തി. മണ്ണില് മഞ്ഞ് അല്ലെങ്കിൽ വെള്ളം വീഴുമ്പോൾ അത് ഫലം ചൂടുന്നത് പോലെ പെണ്ണിന്റെ ഉള്ളില് ആണിന്റെ ബീജം, തുഷാര ബിന്ദു വീഴുമ്പോൾ അവൾ ഗർഭം ധരിക്കുന്നത് പോലെ മഞ്ഞ് പ്രത്യുൽപാദന ശേഷി, പരിശുദ്ധാത്മാവിന്റെ ഉൽപാദന ശേഷിയുടെ പ്രതീകമാണ്. ഉദാഹരണമായിട്ട് ഹോശയ്യ പ്രവാചകൻ, ഹോസിയ 14-ാമത്തെ അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങള്, ഞാൻ ഇസ്രായേലിന് തുഷാരബിന്ദു പോലെയായിരിക്കും. അവൻ ലില്ലി പോലെ പുഷ്പിക്കും, ലെബനോൻ വനം പോലെ വേരുറപ്പിക്കും. അവന് ശാഖകൾ പടർന്ന് പന്തലിക്കും. അവന് ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗിയും ലെബനോന്റെ പരിമളവും ഉണ്ടായിരിക്കും. അവന്റെ തണലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലെബനോനിലെ വീഞ്ഞിന്റേത് പോലെയായിരിക്കും. ഇതെല്ലാം സംഭവിക്കുന്ന എപ്പോഴാണ്? ഞാൻ ഇസ്രായേലിന് തുഷാരബിന്ദു, മഞ്ഞകണം പോലെയാണ്. ദൈവം
അവന്റെ തുഷാര ബിന്ദുവിനെ മഞ്ഞകണത്തെ പരിശുദ്ധാത്മ ഇസ്രായേൽ അയക്കുമ്പോൾ ഇസ്രായേൽ ലില്ലി പോലെ പുഷ്പിക്കും. ലെബനോൻ വനം പോലെ ഇസ്രായേൽ വേരുറപ്പിക്കും. അവന്റെ ശാഖകൾ പടർന്ന് പന്തലിക്കും. ഇസ്രായേലിന് ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗിയും ലെബനോന്റെ പരിമളവും ഉണ്ടായിരിക്കും. ഇസ്രായേലിന്റെ തണലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ കീർത്തി ലെബനോനിൽ വീഞ്ഞിന്റേതുപോലെ ആയിരിക്കും. എല്ലാം സംഭവിക്കുന്നത് ദൈവം തുഷാരബിന്ദുവായി മഞ്ഞകണമായി പരിശുദ്ധാത്മാവായി അവരിലേക്ക് വരുമ്പോൾ. ഇതാണ് ഹോഷയ്യ പറയുന്നത്. അതായത് ഫെക്കുണ്ടിറ്റി എന്ന് പറയുന്ന ഉർവരത, അല്ലെങ്കിൽ ഫലപുഷ്ടി, ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന, അല്ലെങ്കിൽ റിപ്രൊഡക്റ്റീവ് പവർ, അതിന്റെയൊക്കെ പ്രതീകമാണ് ഈ തുഷാരബിന്ദു അല്ലെങ്കിൽ മഞ്ഞുകണം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഇല്ലേ, ഭൂമിയിൽ വെള്ളം വീഴുമ്പോൾ, മഞ്ഞ് വീഴുമ്പോഴാണ് അത് ഫലപുഷ്ടിയാകുന്നത്. ഇതുപോലെ പ്രത്യുൽപാദന ശേഷി അങ്ങനെ തന്നെയാണ്. പരാഗണം എന്നും നമ്മൾ പറയും. പരാഗണം അത് സസ്യങ്ങളില്, മൃഗങ്ങളിലും പിന്നെ മനുഷ്യരിലൊക്കെ എന്തെയാണ്, ആണിന്റെ ബീജം പെണ്ണിന്റെ ഉള്ളിൽ വീഴുമ്പോഴാണ്. അപ്പൊ തുഷാര ബിന്ദു മഞ്ഞുകണം എന്നൊക്കെ പറയുന്നത് ഈ ബീജം വീഴുന്നത് പോലെയായിട്ടാണ് ബൈബിൾ കാണുന്നത്. അത് പരിശുദ്ധാത്മാവിന്റെ സർഗശക്തിയാണ് അത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മഞ്ഞുകണം പോലെ എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാനുള്ള കഴിവ്, ഈ അപ്പത്തെ രൂപാന്തരപ്പെടുത്താൻ, ഈ വീഞ്ഞിനെ രൂപാന്തരപ്പെടുത്താൻ പരിശുദ്ധാത്മാവുള്ള കഴിവാണ് മഞ്ഞുകണം പോലെ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർന്നില്ല, മഞ്ഞുകണത്തിന് മൂന്നാമതൊരു ധ്വനിയുണ്ട്. പൗരോഹിത്യത്തിന്റെ ശക്തിയെയും കൂട്ടായ്മയെയും മഞ്ഞുകണത്തോട് ഉപമിച്ചിട്ടുണ്ട്. 133 സങ്കീർത്തനം, വളരെ മൂന്ന് വാക്യങ്ങളുള്ള ഒരു സങ്കീർത്തനമാണ്. നമുക്കത് വായിക്കാം. വളരെ പരിചയമുള്ള സങ്കീർത്തനമാണ്. ഇത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും എത്ര മനോഹരവുമാണ്. അത് അഹ്റോന്റെ തലയിൽ നിന്ന് താടിയിലേക്ക് ഇറങ്ങി അങ്കിയുടെ വിളിമ്പിലേക്ക് നീണ്ടു കിടക്കുന്ന താടിയിലേക്ക് തന്നെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേകം തൈലം പോലെയും സിയോൻ പർവ്വതത്തിൽ പെയ്യുന്ന ഹെർമോനിയ മഞ്ഞുകണം പോലെയും ആകുന്നു. മഞ്ഞുകണം, അവിടെയാണല്ലോ യാഹ്വേ അനുഗ്രഹവും ശാശ്വതമായ ജീവനും കൽപ്പിച്ചിരിക്കുന്നത്. ഹെർമോനിയം മഞ്ഞുകണം പോലെ, അല്ലെങ്കിൽ മഞ്ഞു പോലെ, അനുഗ്രഹവും ശാശ്വതമായ ജീവന്റെയും ഇല്ലേ മഞ്ഞുകണം. ആ മഞ്ഞുകണം അത് എവിടെയാണ്? ഇതൊക്കെ പറയുന്നപ്പോഴാണ് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. എന്നിട്ട് പറയുന്ന അഹ്റോന്റെ തലയിൽ നിന്ന്. അപ്പോ തലയിൽ തൈലം പൂച്ചിക്കഴിഞ്ഞ് ഇങ്ങനെ ഒഴുകുമല്ലോ, അതുപോലെ ലയത്തിലാണ് സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നതെന്ന് പറയണേ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് വീട്ടിലെ കാര്യമല്ല പറയുന്നത്, ദേവാലയത്തില് പ്രാർത്ഥിക്കാൻ വരുന്നത്. അപ്പോൾ എല്ലാ സഹോദരന്മാരും പള്ളിയിൽ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവിടെയുള്ളത് ആരാണ്? അഹ്റോൻ എന്ന പുരോഹിതൻ. അതായത് പൗരോഹിത്യത്തിന്റെ കൂട്ടായ്മയിൽ രാജകീയ പൗരോഹിത്യം കിട്ടിയവരും ശുശ്രൂഷ പൗരോഹിത്യം കിട്ടിയവരും ഒരുമിച്ച് ദേവാലയത്തിൽ വരുമ്പോൾ ആ പൗരോഹിത്യത്തിന്റെ ശക്തിയും കൂട്ടായ്മയും മഞ്ഞകണത്തോട് ഉപമിച്ചിരിക്കുകയാണ്. അപ്പോൾ പുരോഹിതൻ കൈകളത്ത് മഞ്ഞകണം പോലെ എന്ന് പറയുമ്പോൾ ഈ രാജകീയ പൗരോഹിത്യത്തിന്റെ പ്രതിനിധിയായി ശുശ്രൂഷ പൗരോഹിത്യം കിട്ടിയ വൈദികൻ ദൈവത്തോട് പറയാണ്, ഹെർമോനിയ മഞ്ഞ് പോലെ, അതായത് യാഹ്വയുടെ അനുഗ്രഹവും ശാശ്വതമായ ജീവനും നിത്യജീവൻ അത് പ്രദാനം ചെയ്യുന്ന മഞ്ഞകണം പോലെ പരിശുദ്ധാത്മാൻ അയക്കണം. പൗരോഹിത്യത്തിന്, ശുശ്രൂഷ പൗരോഹിത്യത്തിന് ശക്തിയും രാജകീയ പൗരോഹിത്യമുള്ളവരുടെ അൽമായരുടെ കൂട്ടായ്മയും സൂചിപ്പിക്കുന്ന വാക്കാണ് മഞ്ഞകണം. ചില്ലറ ദൈവശാസ്ത്രമൊന്നും അല്ല. ഇതെല്ലാം ബൈബിളിലുള്ള കാര്യങ്ങളായി പറയണേ. ബൈബിളിൽ വചന പ്രഘോഷണമാണ് ലിറ്റർജി, വചന പ്രഘോഷണം. അപ്പോൾ രാജകീയ പൗരോഹിതന്മാര്, അൽമായര്, ഔദ്യോഗിക പുരോഹിതന്മാരും സഹോദരന്മാരെ പോലെ ഒരുമിച്ച് വസിക്കുന്ന സ്ഥലത്ത് പൗരോഹിത്യന്റെ ശക്തി മഞ്ഞുകണം പോലെയാണ്. പരിശുദ്ധാത്മാവ് ശരിക്കും വസിക്കാനും ഈ ഐക്യത വേണമെന്ന് ചുരുക്കം. പൗരോഹിത്യത്തെയും പരിശുദ്ധാത്മ ദാനത്തെയും മഞ്ഞ് എന്ന പ്രതീകം കൊണ്ട് ചിഹ്നപ്പെടുത്തിയിരിക്കുകയെന്ന് ചുരുക്കം. ഇത്രയും പ്രധാനപ്പെട്ടതാണ് എപ്പിക്ലേസിസ് എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സഭാപിതാക്കന്മാർ വിശുദ്ധ കുർബാനയെ ഒറാസിയോ അഥവാ പ്രാർത്ഥന എന്ന് വിളിച്ചത്? ഇതാണ് ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞെന്നും പറയണേ. ഒറാസിയോ എന്ന് വിളിച്ചിട്ടുണ്ട്. ORATIO, ലത്തീനിൽ ഒറാസിയോ. അത് പലപ്പോഴും ആൾക്കാർ പ്രാർത്ഥന എന്ന് പറയാറുണ്ട്. ഇതാണ് ഈ വേദശാസ്ത്രികള്, ദൈവശാസ്ത്രജ്ഞന്മാര് വിശുദ്ധ കുർബാനയെ ഒറാസിയോ എന്ന് വിളിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്. സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുർബാനയെ ഒറാസിയോ എന്ന് പറഞ്ഞത്? എന്താണ് ഒറാസിയോ എന്ന വാക്കിനർത്ഥം? വാസ്തവത്തിൽ ഒറാസിയോ എന്ന വാക്കിന് നമ്മൾ വിചാരിക്കുന്ന അർത്ഥമല്ല. ഒറാരെ എന്നാണ് ലത്തീനില്. ഒറാസിയോ എന്ന വാക്ക് ഉത്ഭവിക്കുന്നത് ഒറാരെ. നമ്മൾ ഇംഗ്ലീഷില് ഓറക്ടർ എന്ന് പറയില്ലേ,
ഓററ്റർ, വാഗ്മി, ORATOR. പിന്നെ ഓററ്ററി എന്ന് പറയും, ഫലപ്രദമായ പ്രസംഗകല പഠിപ്പിക്കുന്ന സ്ഥലം, ഓററ്ററി. അപ്പോൾ ഓർ എന്ന ക്രിയാധാതുവിന് പ്രമാണവാക്യം ഉച്ചരിക്കുക എന്നാണ് അർത്ഥം, പ്രാർത്ഥിക്കുക എന്നല്ല, അപേക്ഷിക്കുക എന്നല്ല. ഓർ എന്ന ക്രിയാധാതുവിന് പ്രമാണവാക്യം ഉച്ചരിക്കുക എന്നാണ് അർത്ഥം. വളച്ചുകെട്ടില്ലാതെ തുറന്ന് സംസാരിക്കുന്ന അർത്ഥമുണ്ട്. കോടതി പോലുള്ള പരസ്യമായ സ്ഥലത്ത് 4 ആളുടെ മുമ്പാകെ സംസാരിക്കുക എന്ന അർത്ഥമുണ്ട്. പക്ഷെ അതെല്ലാം സൂചിപ്പിക്കുന്നത് വായൽ തോന്നിയതുപോലെ പറയരുത്, നല്ല വാക്യഘടനയോടുകൂടി ബഹുമാനത്തോടുകൂടി സംസാരിക്കുക എന്നാണ്. നല്ല വാക്യഘടനയോടുകൂടി. ഇപ്പൊ കോടതിയിലൊക്കെ പറയുമ്പോൾ തോന്നിയ പോലെ പറയാൻ പാടില്ലല്ലോ. അവിടെ നല്ല വാക്യഘടനയോടുകൂടി ബഹുമാനത്തോടുകൂടി സംസാരിക്കുക. അതുകൊണ്ട് ഈ പ്രൗഢമായ പരസ്യ പ്രഭാഷണം എന്നാണ് ഒറാസിയോ എന്ന വാക്കിനർത്ഥം. ഒറാസിയോ എന്ന വാക്കിന് പ്രൗഢമായ പരസ്യ പ്രഭാഷണം എന്നാണ്, അല്ലാതെ പ്രാർത്ഥന എന്നല്ല. പ്രാർത്ഥന എന്നല്ല, അത് തെറ്റാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒറാരെ, ഒറൈറ്റർ, അല്ലെ, ഓററ്റർ, ഒററ്ററി എന്നൊക്കെ പറയുന്നതെല്ലാം ഈ വാക്കിൽ വരുന്നതാണ്. പ്രഭാഷണ കല, വാഗ്മി, പ്രൗഢമായ സംസാരം, പ്രൗഢമായ പ്രഭാഷണം എന്നൊക്കെയാണ് ഒറാസിയോ എന്ന വാക്കിനർത്ഥം. അതുകൊണ്ട് സഭാപിതാക്കന്മാർ ഇതിനെ പറഞ്ഞത് സാക്രിഫൈസ് ഓഫ് ദ ലോഗോസ് എന്നാണ്. വചനബലി, ലോഗോസിന്റെ ബലി. ഇതാണോ ലോഗോസ് ദൈവശാസ്ത്രം? ലത്തീൻ ദൈവശാസ്ത്രം ലോഗോസ് ദൈവശാസ്ത്രമായതുകൊണ്ടാണ് ഈ സ്ഥാപനവാക്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതൊക്കെ പറയുന്നത്. ഇതാണോ? നമുക്ക് നോക്കാം. ഈ ഒറാസിയോ എന്ന വാക്കിന് പ്രാർത്ഥന എന്ന അർത്ഥമുണ്ടായിട്ടാണ് ചില വേദശാസ്ത്രിമാർ ഇങ്ങനെ പറഞ്ഞല്ലോ. ലിറ്റർജി എന്ന് പറയുന്നത്, കുർബാൻ എന്ന് പറയുന്നത് പ്രാർത്ഥന എന്നാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ്. പ്രാർത്ഥന എന്നുള്ള ലത്തീൻ വാക്ക് എന്താണ്? പ്രാക്സ് പ്രേച്ചീസ്. അതിലെ പ്രയർ. ഒറാസിയോ എന്ന വാക്കിൽ നല്ല പ്രയർ വരുന്നത് പ്രാക്സ് പ്രേച്ചസ് എന്നാണ്. നിങ്ങൾക്ക് വീണ്ടും ഈ ലിറ്റർജി ചൈതന്യം എന്ന പുസ്തകത്തിൽ 178 പേജ് വേണമെങ്കിൽ വായിക്കാം, ബെനഡിക്ട് മാർപ്പാപ്പയുടെ. അവിടെ എല്ലാ കാര്യങ്ങളില്ലേ, കുറച്ചൊക്കെ ഞാൻ എന്റേതായ ഗവേഷണ ബലമുണ്ട്, പക്ഷെ ചിലതെല്ലാം അവിടെയുണ്ട്. പ്രയർ എന്നതിന്റെ വാക്ക്, പ്രാർത്ഥന എന്നുള്ള വാക്ക് ലത്തീൻ വാക്ക് പ്രാക്സ് പ്രേച്ചസ് എന്നാണ്, ഒറാസിയോ അല്ല. അപ്പോൾ കുർബാന ഒറാസിയോ ആണ്, പ്രയർ അല്ല. ഒറാസിയോ എന്ന് പറഞ്ഞാൽ പ്രൗഢമായ പരസ്യ പ്രഭാഷണം, പരസ്യമായ വചനം. അതിനെയാണ് സാക്രിഫൈസ് ഓഫ് ദ ലോഗോസ് എന്ന് പറയണേ. വചനത്തിന്റെ ബലി, സാക്രിഫൈസ് ഓഫ് ദ ലോഗോസ്, ലോഗോസിന്റെ ബലി. അപ്പോൾ എന്താണ് ഈ ഒറാസിയോ എന്ന് അവർ പറയാൻ കാരണം? ഈ സഭാപിതാക്കന്മാർ ഒറാസിയോ എന്ന് പറയാൻ എന്താ കാരണം? അക്കാലത്ത് സഭാപിതാക്കന്മാർ ജീവിച്ചിരുന്ന കാലത്ത് 2 പ്രധാനപ്പെട്ട മതങ്ങളുണ്ട്. ഒന്ന് യഹൂദമതം. യഹൂദമതത്തിൽ എന്താണ് ബലി? മൃഗബലി. മൃഗബലി അർപ്പിക്കുമ്പോഴും ഈ മൃഗബലിയാണോ ദൈവത്തിന് വേണ്ടത്? ദൈവത്തിന് ഈ മൃഗങ്ങൾ അർപ്പിച്ചിട്ട് എന്ത് കാര്യം? ഇല്ലേ, ലോകത്തിൽ സകല മൃഗങ്ങളും എന്റേതാണ്, നീ എന്തിനാണ് എനിക്ക് മൃഗബലികൾ അർപ്പിക്കണം എന്ന ചോദ്യം അവിടെയുണ്ട്. യഹൂദന്മാരെ മൃഗബലികൾ അർപ്പിക്കുമ്പോഴും മൃഗബലികൾ അപര്യാപ്തമാണെന്ന ചിന്ത യഹൂദന്മാർക്ക് തന്നെ അറിയാമായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഗ്രീക്ക് സംസ്കാരത്തെയാണ് ഇപ്പോഴത്തെ യൂറോപ്യൻ സംസ്കാരം എന്ന് പറയണേ. ആ ഗ്രീക്കുകാര് പറഞ്ഞിരുന്നു മൃഗബലികൾ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, പിന്നെന്താണ് വേണ്ടത്? ആത്മീയ ബലി. ഈ നമ്മുടെ പെന്തക്കോസ്തുകാരും യഹോവ സാക്ഷികളൊക്കെ പറയില്ലേ, ആത്മാവിലും സത്യത്തിലും. അവരുദ്ദേശിക്കുന്ന ആത്മാവും സത്യത്തിൽ എന്നിട്ട് അറിയോ? മനസ്സില്, സങ്കല്പത്തില്. അല്ലാണ്ട് പരിശുദ്ധാത്മാവും വചനമല്ല അവർ പറയുന്നത്, സങ്കല്പം മതി. ഇത് ഗ്രീക്കുകാർ പറഞ്ഞിരുന്നതാ. മനസ്സിലാണ് ദൈവചിന്ത, മനസ്സ് മതി. മനസ്സിലെ ബലിയാണ് ഒരു ആത്മീയ ബലി എന്ന് പറഞ്ഞ്. ഇങ്ങനെ 2 മൃഗബലികള് ഇല്ലേ, മൃഗത്തെ കൊല്ലുന്നു ഭൗതികമായിട്ട്. മറ്റൊരു പറഞ്ഞു മനസ്സിലെ ദൈവചിന്ത മതി, ഗ്രീക്കുകാര്. സഭാപിതാക്കന്മാര് പറഞ്ഞു അല്ല, ഇത് 2ഉം പോരാ, 2ഉം അപര്യാപ്തമാണ്. ഒറാസിയോ എന്നതുകൊണ്ട് സഭാപിതാക്കന്മാര് പറഞ്ഞത് യഹൂദരുടെ മൃഗബലികള് അല്ല, ഗ്രീക്കുകാരുടെ വെറും മനസ്സുകൊണ്ടുള്ള ദൈവചിന്തയുമല്ല. 2നും ഇടയ്ക്ക് ഒന്നുണ്ട്. എന്താണ്? ബലിയാണ് ആരാധന, ബലി മാത്രമാണ് ആരാധന, അത് മൃഗബലി അല്ല. മനസ്സിൽ ആരാധിച്ചാൽ പോരാ, ശരിക്കും ബലി വേണം, പക്ഷെ അത് മൃഗബലി അല്ല. പിന്നെന്താണ്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ഞാൻ ഇതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ ഒന്നിട്ട് പറയട്ടെ. നമ്മൾ 51 സങ്കീർത്തനം നമ്മൾ വളരെ പരിചിതമാണ്, ചിലർക്കൊക്കെ ബൈഹാർട്ടാണ്. അവിടെ ഈ മൃഗബലികളുടെ അപര്യാപ്തത ദാവീദ് തന്നെ പറഞ്ഞിട്ടുണ്ട്. BC 1000 ഏകദേശം 1000 ദാവീദ് ജീവിച്ച് നമ്മുടെ കർത്താവ് ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ദാവീദ്. 51 സങ്കീർത്തനം 16-17 വാക്യങ്ങൾ നോക്കുക.
ഹനനയാഗം അങ്ങ് ഇച്ഛിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഞാനത് അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ അങ്ങയ്ക്ക് പ്രസാദവുമില്ല. തകർന്നൊരുങ്ങിയ മനസ്സാണ് ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ. ദൈവമേ, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ലല്ലോ. തകർന്നൊരുക്കിയ മനസ്സാണ് ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ. അതായത് മൃഗബലികൾ അങ്ങ് ഇച്ഛിക്കുന്നില്ല, ഹോമയാഗം അങ്ങയ്ക്ക് പ്രസാദവുമില്ല. അപ്പൊ മൃഗബലികൾ പോരാ എന്ന് ദാവീദിന് അറിയാം. അതുകൊണ്ട് പറയാണ്, മൃഗബലികളല്ല വേണ്ടത്, തകർന്നൊരുക്കിയ മനസ്സാണ് മനസ്സ്. പക്ഷേ പിന്നത്തെ വാക്യം നോക്കിയാൽ 18 മുതൽ, അങ്ങ് പ്രസാദിച്ച് സിയോന് നന്മ ചെയ്യണമേ, യെരൂസലേമിന്റെ മതിലുകൾ പുതുക്കിപ്പണിയണമേ. അപ്പോൾ നീതിയാഗങ്ങളിലും ഹോമയാഗങ്ങളിലും സർവാംഗ ഹോമങ്ങളിലും അങ്ങ് പ്രസാദിക്കും. അപ്പോൾ അങ്ങയുടെ ബലിപീഠത്തിൽ കാളക്കിടാങ്ങൾ അർപ്പിക്കപ്പെടും. മൃഗബലികൾ വേണ്ടെന്ന് പറഞ്ഞ ദാവീദ് പറയാണ് വേണം. അതായത് വെറും മനസ്സുകൊണ്ട് പോരാ, ഉരുകിയ മനസ്സുകൊണ്ട് മാത്രം പോരാ, ദൈവചിന്ത മനസ്സിലുണ്ടായാൽ പോരാ, ശരിക്കും ബലി വേണം. പക്ഷേ ആ ബലി മൃഗബലിയാണെന്നാണ് ദാവീദ് അന്ന് വിചാരിച്ചത്. പക്ഷെ അപ്പോഴും ദാവീദിന് അറിയാം മൃഗബലികൾ പോരാ. ഈ പശ്ചാത്തലത്തിലാണ്, അതായത് ഗ്രീക്ക് സംസ്കാരം പറയുന്നു ആത്മീയ ബലി മതി, മനസ്സിലുള്ളത് മതി. യഹൂദന്മാര് വിചാരിക്കുന്നു മൃഗബലികൾ വേണം. പക്ഷെ അതിലും അപര്യാപ്തതയുണ്ട്. രണ്ടിന്റെയും അപര്യാപ്തത തീർക്കുകയാണ് ക്രിസ്തുധർമ്മം. എന്താണ്? വചനം മനസ്സ് മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. ആ വചനം അവനെ തന്നെ മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച ദൈവമായ വചനം അവന് ബലിയായി കൊടുത്തു. അപ്പൊ അത് മൃഗബലിയല്ല, വെറും മനസ്സിലെ ചിന്തയല്ല. ഇതാണ് ഒറാസിയോ. അതിനാൽ ഒറാസിയോ എന്ന് പറഞ്ഞാൽ പരസ്യമായ പ്രഭാഷണം എന്നല്ല പറഞ്ഞത്, പ്രൗഢമായ പ്രഭാഷണം. അത് പ്രൗഢമായ പ്രഭാഷണം വായിൽ നിന്ന് വരുന്ന വചനമല്ല, മാംസം ധരിച്ച വചനമാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. അതാണ് പരസ്യമായ പ്രൗഢമായ പ്രഭാഷണം. വചനം, വാക്ക്, ദൈവം ആകുന്ന വചനം, ദൈവമാകുന്ന വാക്ക് മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ കൂടാരമടിച്ചു. യോഹന്നാൻ 1:14. ആ വചനം ശരീരമായി തീരുന്ന പ്രവൃത്തിയാണ്. ആത്മാവായ ദൈവം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവൃത്തിയാണ് മനുഷ്യാവതാരം. ഇത് ലോകത്തോടുള്ള പരസ്യ പ്രഖ്യാപനമായിരുന്നു, പ്രൗഢമായ പ്രഭാഷണമായിരുന്നു. എന്താണ്? ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്നിരിക്കുന്നു. ആ ആളാണ്, ആ വചനമാണ്, ആ പ്രൗഢ പ്രഭാഷണമാണ് യേശു. ലോകത്തോടുള്ള ദൈവത്തിന്റെ പ്രൗഢ പ്രഭാഷണമാണ്, വചനമാണ് യേശു. അതിനാൽ ഒറാസിയോ എന്ന് പറയുന്നത് ഒരു സംഭവമാണ്, ഒരു വാക്കല്ല. ഒറാസിയോ എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനയല്ല, സംഭവമാണ്, ഒരു പ്രവൃത്തിയാണ്. ഇതുകൊണ്ടാണ് വീണ്ടും ഈ ലിറ്ററേച്ചർ ചൈതന്യം എന്ന പുസ്തകം 179 ബെനഡിക്ട് മാപ്പ പറയുന്നത് ഒറാസിയോ എന്ന് പറയുന്നത് ഒരു ആക്സിയോ ആണ്. ആക്സിയോ എന്ന് പറഞ്ഞാൽ പ്രവൃത്തി. ഒറാസിയോ എന്ന് പറഞ്ഞാൽ പ്രൗഢമായ പ്രഭാഷണം എന്ന് പറഞ്ഞാൽ അത് ഒരു ആക്സിയോ ആണ്, ഒരു പ്രവൃത്തിയാണ്, ഒരു സംഭവമാണ്. വിശുദ്ധ കുർബാന ഒരു ഒറാസിയോ ആണ്. അതായത് വചനം മാംസമായി ഭൂമിയിൽ വന്നുവെന്ന പരസ്യമായ പ്രഖ്യാപനം, വചന പ്രഘോഷണം. ശരീരം ധരിച്ചു വന്ന ഈ വചനത്തെ പ്രഘോഷിക്കുക. ശരീരം ധരിച്ചു വന്നവനായ ദൈവം കുരിശിലൂടെ പുതിയ ജനസിലുള്ള ജീവനിലേക്ക് പ്രവേശിച്ചുവെന്ന സംഭവത്തിന്റെ പ്രഖ്യാപനം. ഇതാണ് ഒറാസിയോ എന്ന ആക്സിയോ. ഒറാസിയോ എന്ന് പറഞ്ഞാൽ പ്രൗഢമായ പ്രഭാഷണം. അതൊരു പ്രവൃത്തിയാണ്. വചന പ്രഘോഷണം ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയാണ് ലിറ്റർജി. ഒറാസിയോ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയല്ല, പ്രവൃത്തിയാണ്, ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവം മനുഷ്യനായി വന്ന് അവൻ കുരിശിലേറി, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവ് നൽകി. ഈ പ്രവൃത്തിയുടെ പ്രഘോഷണമാണ് ഒറാസിയോ. ഇതാണ് പ്രൗഢമായ പ്രഭാഷണം. ഒരാളെ പ്രഖ്യാപിക്കുകയാണ്, ഒരാളെ അനൗൺസ് ചെയ്യാണ്, അറിയിക്കുകയാണ്. ഈ പ്രഖ്യാപനം തന്നെയാണ് പ്രവൃത്തി. മാനുഷിക പ്രവൃത്തി ദൈവിക പ്രവൃത്തിക്ക് വഴിമാറിക്കൊടുക്കുകയാണ്. ഈ ദൈവിക പ്രവൃത്തിയെ, അതായത് ദൈവം മനുഷ്യനായി ഭൂമിയിൽ വന്ന ആളുടെ പ്രവൃത്തിയെ ഭൂമിയിൽ ആവിഷ്കരിച്ച് ആ സംഭവത്തിലേക്ക് നമ്മെ എടുത്തു വെക്കുകയാണ് വിശുദ്ധ കുർബാനയില് ക്രിസ്തു. അത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. ഒറാസിയോ എന്ന് പറഞ്ഞാൽ ആക്സിയോ ആണ്, പ്രാർത്ഥനയല്ല, പ്രവൃത്തിയാണ്. ഞാൻ ആവർത്തിക്കുന്നതിന് കാരണം ഇത് ഇച്ചിരി കട്ടിയായ കാര്യങ്ങളായതുകൊണ്ടാണ്. അപ്പൊ ലിറ്റർജി എന്നത് ആക്സിയോ ആയ ഒറാസിയോ ആണ്, പ്രവൃത്തിയായ പ്രഭാഷണം, പ്രവൃത്തിയായ പ്രൗഢമായ വചന പ്രഘോഷണം.
പ്രവൃത്തി കൊണ്ടുള്ള പ്രൗഢമായ പ്രഖ്യാപനമാണ് ലിറ്റർജി. ഇത് ഒറാസ് എന്ന വാക്കിന്റെ അർത്ഥം പ്രാർത്ഥനയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പരമമായ പ്രാർത്ഥനയാണ്, പ്രാർത്ഥനയുടെ തലയാണ് ലിറ്റർജി എന്നൊക്കെ ചില ആളുകൾ പഠിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും അത് തീർത്തും തെറ്റൊന്നുമല്ല. പക്ഷെ അതിന്റെ കാതൽ എന്ന് പറയുന്നത്, ലിറ്റർജിയുടെ കാതൽ എന്ന് പറയുന്നത് പ്രവൃത്തിയാണ്. ലൈത്തുർജി എന്ന വാക്കിനർത്ഥം പബ്ലിക് സർവീസ് എന്നാണ് ലിറ്റർജി. ഇതുകൊണ്ടാണ് ഞാൻ ലിറ്റർജി പ്രാർത്ഥനയല്ല എന്ന് പറഞ്ഞത്. ലിറ്റർജി എന്ന വാക്കിന് പരസ്യമായി പ്രവൃത്തി എന്നാണ് അർത്ഥം. ക്രിസ്തു സഭയുടെ തലവൻ എന്ന നിലയിൽ, ശരീരത്തിന്റെ തലവൻ എന്ന നിലയിൽ ക്രിസ്തുവിന്റെ പ്രവൃത്തി, ആ പ്രവൃത്തിയിൽ സഭ ഉൾച്ചേരുന്നതാണ്, ആ പരസ്യമായ പ്രവൃത്തിയാണ് ലിറ്റർജി. ചുരുക്കത്തില് ക്രിസ്തുവിൽ സംഭവിച്ച ആ ക്രിസ്തു സംഭവം, ആ സംഭവം ക്രിസ്തുവ് തന്നെ പ്രഖ്യാപിക്കുകയാണ് ഈ പുരോഹിതനെ ഉപകരണമാക്കിയിട്ട്, അവന്റെ കരങ്ങൾ ഉപകരണമാക്കി, അവന്റെ വായ ഉപകരണമാക്കിയിട്ട്. ക്രിസ്തുവിന്റെ പ്രവൃത്തി ക്രിസ്തുവിന് വേണ്ടി ചെയ്യാൻ ക്രിസ്തു തെരഞ്ഞെടുക്കുന്ന ആളെയാണ് ശുശ്രൂഷ പുരോഹിതൻ എന്ന് വിളിക്കുന്നത്. അങ്ങനെ വിളിക്കപ്പെട്ട ആള്, അങ്ങനെ ഇരിക്കുന്ന ആളാണ് കരങ്ങൾ ഉയർത്തിയിട്ട് പിതാവായ ദൈവത്തോട് പറയുമ്പോൾ അവൻ പരിശുദ്ധാത്മനെ അയക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായോ? ലത്തീൻ റീത്തിലും എപ്പിക്ലേസിസ് വളരെ പ്രാധാന്യമുള്ള സംഗതിയാണ്. മഞ്ഞകണം പോലെ എന്നുള്ള വാക്ക്, കരങ്ങള്, പിന്നെ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. നമ്മളിപ്പോ 50 മിനിറ്റോളം ഞാൻ ഈ കരങ്ങളും ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ലത്തീൻ റീത്തിലും എപ്പിക്ലേസ് വളരെ പ്രധാനപ്പെട്ട പ്രാധാന്യം ഉള്ള ഒരു പ്രവൃത്തിയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പറ്റും. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണ്. എപ്പിക്ലേസ്, അതായത് റൂഹാക്ഷണ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ലത്തീൻ റീത്തില് സ്ഥാപനവാക്യങ്ങള്. ഇത് എന്റെ ശരീരം ആകുന്നു, ഇത് എന്റെ രക്തം ആകുന്നു. സ്ഥാപനവാക്യങ്ങള് എപ്പിക്ലേസ് കഴിഞ്ഞിട്ടാണ് ലത്തീൻ സഭയില്. അതുകൊണ്ട് മാത്രമാണ് സ്ഥാപനവാക്യങ്ങൾ ലത്തീൻ റീത്തിൽ, ലത്തീൻ സഭയുടെ കുർബാനയിൽ കൂദാശ വചനമാണ്. കാരണം എന്താ? എപ്പിക്ലേസ് കഴിഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞു. അപ്പോ തന്നെ ഇത് എന്റെ ശരീരമാണ്, ഇത് എന്റെ രക്തമാണെന്ന് പറയുമ്പോൾ ലത്തീൻ സഭയുടെ കുർബാനയിൽ സ്ഥാപനവാക്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷൻ വേർഡ്സ്, കുർബാനയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ വേർഡ്സ്, സ്ഥാപനവാക്യങ്ങൾ കൂദാശ വചനങ്ങളാണ്. അത് കുർബാനയുടെ ഘടന അങ്ങനെയാണ്. എപ്പിക്ലേസിസ് കഴിഞ്ഞിട്ട്, റൂഹാക്ഷണ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് സ്ഥാപനവാക്യങ്ങൾ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് കുർബാനയുടെ ഘടനയനുസരിച്ച് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ടാണ് ഈ വചനം ഉച്ചരിക്കുന്നത് എന്ന കാരണത്താൽ ആ സ്ഥാപനവാക്യങ്ങൾ കൂദാശ വചനമാണ് ലത്തീൻ സഭയുടെ കുർബാനയിൽ. സീറോ മലബാർ സഭയിൽ അങ്ങനെയല്ല. സീറോ മലബാർ സഭയുടെ അങ്ങനെയുള്ള പൗരസ്ത്യ സഭകളിലൊക്കെ സ്ഥാപനവാക്യങ്ങൾ കഴിഞ്ഞിട്ട്, പിന്നെ ഈ അനാഫറയിലെ കുറെ പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് എപ്പിക്ലേസിസ്. സ്ഥാപനവാക്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് എപ്പിക്ലേസിസ്. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭയിൽ സ്ഥാപനവാക്യങ്ങൾ കൂദാശ വചനങ്ങളല്ല. കൂദാശ വചനങ്ങൾ എന്ന് പറയുന്നത് അനാഫറ മുഴുവനുമാണ്. അതായത് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട്. ബേമയിൽ നിന്ന് ബലിപീഠത്തിലേക്ക് കയറുന്ന ആ നിമിഷം മുതൽ അത് അനാഫറയാണ്. ആദ്യത്തെ വചന ശുശ്രൂഷ, മറ്റത് അനാഫറ. ആ അനാഫറ മുഴുവനുമാണ് കൂദാശ വചനങ്ങൾ പൗരസ്ത്യ സഭകളിൽ, സീറോ മലബാർ സഭയുള്ള സഭകളിൽ. അതിന്റെ ഈ സ്ഥാപനവാക്യങ്ങളെല്ലാം കുറെ കഴിഞ്ഞിട്ടാണ് എപ്പിക്ലേസിസ്. അതുകൊണ്ട് തന്നെ സീറോ മലബാർ സഭയിൽ സ്ഥാപനവാക്യങ്ങളെ കൂദാശ വചനങ്ങളായിട്ട് കണക്കാക്കില്ല. കാരണം എപ്പിക്ലേസിസ് വന്നാലേ, പരിശുദ്ധാത്മ വന്നാലേ കാര്യം നടക്കുള്ളൂ. അതുവരെ അതിന് കൂദാശ വചനങ്ങൾ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ കൂദാശ വചനങ്ങൾ എന്ന് സീറോ മലബാർ സഭ പറയുന്നത് മൊത്തം അനാഫറയാണ്. ആ അനാഫറയുടെ സമാപനത്തിലാണ് റൂഹാക്ഷണ പ്രാർത്ഥന, എപ്പിക്ലേസിസ്. സീറോ മലബാർ സഭയുടെ കുർബാന നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിന്റെ ഘടന എന്ന് പറയുന്നത് ചരിത്രത്തിലെ ഘടനയാണ്. മനുഷ്യാവതാരം, അല്ലെ? ക്രിസ്മസിന്റെ പാട്ട്, അത്തന്നെ ദൈവത്തിന്റെ സ്തുതിയോട് കൂടി ഞാൻ തുടങ്ങണേ. മനുഷ്യാവതാരം, പിന്നെ മാമോദീസ, പിന്നെ പരസ്യ ജീവിതത്തിൽ സുവിശേഷ പ്രഘോഷണം, പിന്നെ കുരിശുമരണം, തിരുവുത്താനം, സ്വർഗ്ഗാരോഹണം, പരിശുദ്ധ റൂഹായുടെ വരവ്. ആ ക്രമത്തിലാണ് ഈ കുർബാനയുടെ ഘടന. ആ ഘടന അനുസരിച്ചിട്ടാണ് ഓരോ പ്രാർത്ഥനയ്ക്കും പ്രാധാന്യവും പ്രസക്തിയും അർത്ഥവും വരുന്നത്. ഓരോ സഭയുടെ ലിറ്റർജിക്കും അതിന്റെ ദൈവശാസ്ത്രവും അതിന്റെ ഭംഗിയൊക്കെ ഉണ്ട്. ഒന്ന് മറ്റൊന്നേക്കാൾ മെച്ചമാണെന്നോ ഒന്ന് മറ്റൊന്നേക്കാൾ മോശമാണെന്നോ ഒരിക്കലും പറയാൻ പാടില്ല. ഈ മഹാരഹസ്യമാണ് ഈശോ. ആ രഹസ്യത്തെ ഒറ്റ ദൈവശാസ്ത്രം കൊണ്ടോ ഒറ്റ ലിറ്റർജി കൊണ്ടോ പ്രകടിപ്പിക്കാൻ കഴിയില്ല. നമ്മൾ ഈ ഏകറീത്ത്വാദക്കാര് മാർപ്പാപ്പ ചെയ്യുന്ന പോലെ മതി, മാർപ്പാപ്പ ചെയ്യുന്നത് പോലെ മതി. അവർക്ക് ഒരു സെൻസ് ഇല്ല. നിങ്ങളൊരു ഓർഗൻ നോക്കുക, ഒരു വയലിനോ അല്ലെങ്കിൽ ഗിത്താറോ ഏത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് നോക്കുക, പല കട്ടകളില്ലേ? ഒരു കട്ട, പല കട്ടകള്. പക്ഷെ എല്ലാ കട്ടകളും കൂടി ഒരു ലയമില്ലേ, ഒരു ഋതമില്ലേ? എല്ലാം ഒരുപോലത്തെ കറുത്ത കട്ടകൾ, എല്ലാം വെളുത്ത കട്ടകൾ. അങ്ങനെയാണോ? അല്ല. നമുക്ക് ഈ പ്രപഞ്ചത്തിൽ എന്തുമാത്രം വൈവിധ്യങ്ങളുണ്ട് പ്രകൃതിക്ക്, പക്ഷെ പ്രകൃതിക്ക് ഒരു ലയമില്ലേ? ഇത് തന്നെയാണ്. അപ്പൊ
ഒരു ഓർക്കസ്ട്ര നോക്കുക, എന്തുമാത്രം ഇൻസ്ട്രുമെന്റ്സ് ആണ്. എല്ലാ ഇൻസ്ട്രുമെന്റിനും ചേരുമ്പോഴും സംഗീതം ഉണ്ടാകുകയാണ്. എല്ലാം കൂടി തബല മാത്രമായാലോ, എല്ലാം ചെണ്ട മാത്രമായാലോ? അപ്പം ഈ സംഗീതത്തിന്റെ ഓർക്കസ്ട്ര പോലെയാണ് ഈ കത്തോലിക്ക സഭ. അതിൽ ഓരോ ലിറ്റർജിക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, അതിന്റെ ഭംഗിയുണ്ട്. നമുക്കിനിപ്പം ഈ ഒരു ചോദ്യത്തിനും കൂടി ഉത്തരം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു. ലത്തീൻ സഭയിൽ സ്ഥാപനവാക്യങ്ങൾ ലോഗോസ് കേന്ദ്രീകൃതമാണ്, ക്രിസ്തു കേന്ദ്രീകൃതം. എങ്കിലും പറഞ്ഞു കഴിഞ്ഞു, റൂഹാക്ഷണ പ്രാർത്ഥന എപ്പിക്ലൈസിസ് കഴിഞ്ഞിട്ടാണ് അത് ലത്തീൻ വൃത്തില് സ്ഥാപനവാക്യങ്ങൾ ഉച്ചരിക്കുന്നത് എന്നതിനാൽ അതോടെ സത്താതീത മാറ്റം, ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ സംഭവിക്കുന്നു. ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്നത് തോമസ് അക്വിനസിന്റെ ഒരു സ്കോളാസ്റ്റിക് ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്വിനസിന്റെ ഒരു ഫിലോസോഫിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. തത്വശാസ്ത്രപരമായ വ്യാഖ്യാനം, യുക്തിപരമായ വ്യാഖ്യാനം. സബ്സ്റ്റൻസ് എന്തെന്നറിയണം, ആക്സിഡൻസ് എന്തെന്നറിയണം, പിന്നെ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. വളരെ ലളിതമായിട്ട് ഞാൻ മുമ്പൊക്കെ പറഞ്ഞിട്ടുണ്ട്. വളരെ ലളിതമായിട്ട് പറയണമെങ്കിൽ ഞാൻ പറയാൻ റെഡിയാണ്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പ്രയാസമായിരിക്കും. ഞാൻ യൂറോപ്പിലൊക്കെ ധ്യാനിപ്പിക്കുമ്പോൾ ആൾക്കാർ പറയും 3 കൊല്ലം അല്ലെങ്കിൽ 4 കൊല്ലം ദൈവശാസ്ത്രം പഠിച്ചത് അച്ഛന്റെ ക്ലാസ്സിലിരുന്ന് ഒറ്റ ക്ലാസ്സിലിരുന്നാൽ മനസ്സിലാകും. എന്താണ് മനസ്സ്, എന്താണ് പദാർത്ഥം, അല്ലെ, മാറ്റർ, മൈൻഡ്. ഗഹനമായിട്ടൊക്കെ ചർച്ച ചെയ്യാം, ലളിതമായിട്ടും പറയാം. ഇതുപോലെ സബ്സ്റ്റൻസ് എന്താണ്, ആക്സിഡൻസ് എന്താണെന്നൊക്കെ പറയാം. പക്ഷെ അതൊരു ക്ലാസ്സിൽ നമുക്ക് ഇങ്ങനെ ഓൺലൈനിലല്ല, അല്ലാത്തപ്പോൾ പറഞ്ഞാലും മനസ്സിലാക്കാൻ എളുപ്പം. അപ്പൊ ഞാനിതിലേക്ക് പോകുന്നില്ല. അപ്പൊ തത്വശാസ്ത്രപരമായ ഒരു വ്യാഖ്യാനമാണ് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ. അതായത് ലിറ്റർജി എന്തെന്ന് യുക്തിപരമായി വ്യാഖ്യാനിക്കാനുള്ള, തത്വശാസ്ത്രപരം വ്യാഖ്യാനിക്കാനുള്ള ഒരു ശ്രമം. നല്ല ശ്രമമാണ്, നല്ല വാക്കാണ്. ലത്തീൻ റീത്തില് ഈ എപ്പിക്ലേസ് കഴിഞ്ഞിട്ട് സ്ഥാപനവാക്യങ്ങൾ വരുന്നു. ആ സ്ഥാപനവാക്യങ്ങൾ കൂദാശ വചനങ്ങളാണ്. അപ്പോൾ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ സംഭവിക്കുന്നു. അത് സംഭവിക്കുന്നു. അത് ഗംഭീരം തന്നെ. എങ്കിലും മുൻപ് എപ്പിക്ലേസിൽ പ്രാധാന്യം കുറഞ്ഞു പോയെന്ന് തോന്നിയത് കൊണ്ടാണ് എപ്പിക്ലേസിൽ ഇപ്പോൾ മഞ്ഞകണം പോലെ എന്നുള്ള വളരെ ദൈവശാസ്ത്രപരമായി ആഴമുള്ള വാക്ക് ചേർത്ത് എപ്പിക്ലേസിന് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. സീറോ മലബാർ സഭ പോലുള്ള പൗരത്വ സഭകളില് പണ്ട് മുതലേ എപ്പിക്ലേസിന് വലിയ പ്രാധാന്യമുണ്ട്. സ്ഥാപനവാക്യം ഉച്ചരിച്ച ശേഷമാണ് എപ്പിക്ലേസിസ് എന്നതിനാൽ ഈ എപ്പിക്ലേസിസ് എന്ന പ്രവൃത്തിയോടെയാണ്, എപ്പിക്ലേസ് എന്ന റൂഹായുടെ വരവോടുകൂടെയാണ് കൂദാശ സംഭവിക്കുന്നത്. അതായത് അനാഫ്രം മൊത്തത്തിൽ അവസാനിക്കുമ്പോൾ. അതുകൊണ്ട് ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന വാക്ക് പൗരത്വ സഭകൾ ഉപയോഗിക്കാറില്ല. മറിച്ച് റാസ എന്നാണ് ഉപയോഗിക്കുക. റാസ എന്ന് പറഞ്ഞാൽ വിശുദ്ധ രഹസ്യം, വിശുദ്ധ രഹസ്യം, സ്വർഗീയ രഹസ്യം എന്നാണ്. മാനസികമായിട്ട് അത്രക്കങ്ങ് ഗ്രഹിക്കാൻ സാധ്യമല്ലാത്ത കാര്യമായതിനാൽ അതിന് സാധാരണ യുക്തിക്ക് ചേരുന്ന തത്വശാസ്ത്രപരമായ വ്യാഖ്യാനമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല എന്ന് പൗരത്വ സഭകൾ കരുതുന്നു. ഈ സ്കോളാസ്റ്റിക് ദൈവശാസ്ത്രജ്ഞ ഈ തോമസ് അക്വിനസിന്റെ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്നുള്ള ആ തിയറി ഒന്നും പറയാതെ തന്നെ ഇത് രഹസ്യമാണ്, ദൈവത്തിന്റെ രഹസ്യമാണ്, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. അത് അംഗീകരിച്ചാൽ, റാത്സയായിട്ട് അംഗീകരിച്ചാൽ, അതായത് ദിവ്യ രഹസ്യമായി, പരിശുദ്ധ രഹസ്യമായി അംഗീകരിച്ചാൽ ഇങ്ങനെയുള്ള തത്വശാസ്ത്രപരമായ വ്യാഖ്യാനത്തിന് ആവശ്യമില്ല എന്ന് പൗരത്വ സഭകൾ വിചാരിക്കുന്നു. എന്ന് വിചാരിച്ച ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ മോശം തിയറിയാന്ന് അല്ലോട്ടാ ഞാൻ പറഞ്ഞത്. വളരെ ഗംഭീരമാണത്. ഞാൻ പഠിച്ചിട്ടുണ്ട്, പഠിപ്പിക്കാൻ തയ്യാറാണ്. ആ സത്യം തന്നെയാണ്. 2 സ്ഥലത്തും സത്യമൊക്കെ ഒന്ന് തന്നെയാണ്. ലത്തീൻ സഭയിലാണെങ്കിലും സീറോ മലബാർ സഭയിലാണെങ്കിലും സംഭവിക്കുന്ന സത്യം ഒന്നാണ്. വാക്കുകൾ വ്യത്യസ്ത ഉപയോഗിക്കണം. ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന് ലത്തീൻ സഭയിൽ ഉപയോഗിക്കുന്നു. റാത്സ, ദിവ്യ രഹസ്യം, പരിശുദ്ധ രഹസ്യം എന്ന് പൗരത്വ സഭകളും. ഈ 2 വാക്കുകളാണ് ഉപയോഗിക്കുന്നതെങ്കിലും പൗരത്വ സഭകളുടെ ഇത് വളരെ യുക്തിഭദ്രമാണ്. ട്രാൻസ്സബ്സ്റ്റാൻസിയേഷനേക്കാളും യുക്തിഭദ്രമാണ് പൗരത്വ സഭകളുടെ റാത്സ അല്ലെങ്കിൽ ദിവ്യരഹസ്യം. മരിച്ചവരുടെ ഇടയിൽ നിന്ന് പുതുജീവനിലേക്ക് ഉയർപ്പിക്കപ്പെട്ടവനായ ഈശോയുടെ തിരുവുത്ഥാനത്തിന്റെ ശക്തിയാൽ, ദൈവം മനുഷ്യനായ അവന്റെ വചനത്തിന്റെ ശക്തിയാൽ, അവനയച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ഈ അപ്പവും വീഞ്ഞും അവന്റെ ശരീരരക്തങ്ങളായി രൂപാന്തരം പ്രാപിക്കുന്നു. ഈ രൂപാന്തരം പ്രാപിക്കുന്ന ഈ തിരുവുത്ഥാനത്തിന് ശക്തി, ദൈവവചനത്തിന് ശക്തി, പരിശുദ്ധ റൂഹായുടെ ശക്തി, ഇത് 3 പ്രവർത്തിക്കുന്നത് രഹസ്യാത്മകമായിട്ടാണ്, നിഗൂഢമായിട്ടാണ്. അതിനാണ് റാസ എന്ന് പറയണേ. അപ്പൊ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷെ ഇത് കുറച്ചും കൂടി ദൈവശാസ്ത്രമാണ്. മറ്റത് തത്വശാസ്ത്രമാണ്, ഇത് ദൈവശാസ്ത്രമാണ്. രണ്ടിനും രണ്ടിൻ്റെതായ മൂല്യമുണ്ട് താനും. അപ്പോൾ വിശുദ്ധ രഹസ്യാത്മകതയ്ക്ക്, ദൈവത്തിന്റെ രഹസ്യത്തിന് ഊന്നൽ നൽകിയിരിക്കുകയാണ് പൗരത്വ സഭകൾ. ഇതുകൊണ്ടാണ് ഈ ദേവാലയ വിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ആ ആസ്പെക്ട് ഒക്കെ ലത്തീൻ സഭയിലും ഉണ്ട്. ക്ലാസിക്കാല് കണ്ടിട്ടില്ലേ, മതബഹയെ വേർതിരിക്കുന്ന ഇങ്ങനെ ഒരു, അത് ഈ ദേവാലയ വിരിക്ക് പകരമാണത്. അവിടേക്ക് ആരും ഓടിക്കയറാൻ പാടില്ലെന്നർത്ഥം.
അവിടെ വേറെ കാര്യങ്ങൾ, ദൈവത്തിന്റെ കാര്യം നടക്കുന്ന ഇടമാണ്. പരിശുദ്ധ റൂഹായുടെ വരവിനാൽ അപ്പവും വീഞ്ഞും ഈശോയുടെ ശരീരരക്തങ്ങളായി മാറുന്നത് പോലെ അതിൽ പങ്കെടുക്കുന്ന സത്യവിശ്വാസികള് പരിശുദ്ധ റൂഹായുടെ ശക്തിയാൽ ദൈവവുമായി സംയോജിപ്പിക്കപ്പെട്ട് ദിവ്യവൽക്കരിക്കപ്പെടുന്നതാണ് പൗരസ്ത്യ സഭാപിതാക്കന്മാർ പറയണേ. അതിന് അവർ ഉപയോഗിക്കുന്ന വാക്കാണ് തയോസിസ്, ട്രാൻസ്ഫിഗുറേഷൻ. ദിവ്യവൽക്കരിക്കപ്പെടുകയാണ്. അതായത് കുർബാനിൽ പങ്കെടുക്കുന്ന അൽമായ വിശ്വാസികള് രൂപാന്തരം പ്രാപിക്കുകയാണ്. തയോസിസ്, ദിവ്യവൽക്കരിക്കപ്പെടുകയാണ്. ഇതാണ് വിശുദ്ധ കുർബാനിൽ സംഭവിക്കുന്നത്. അപ്പവും വീഞ്ഞും കർത്താവിന് ശരീരങ്ങളായി മാറുന്നതോടൊപ്പം വിശ്വാസികള് ദൈവികമായി തീരുകയാണ്. കാരണം എന്താ? ഈ കർത്താവായി മാറിയ അപ്പവും മാംസരക്തങ്ങള് വിശ്വാസം സ്വീകരിച്ച് വിശ്വാസി ഒന്നാകുന്നു. നമ്മൾ ദിവ്യകാരം സ്വീകരിക്കുമ്പോൾ കർത്താവ് എവിടേക്ക് പോണേ? ഹൃദയത്തിലേക്കോ ഉദരത്തിലേക്ക്. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു? അത് അലിഞ്ഞു ചേരുന്നു. നമ്മുടെ ശരീരം കൂടെ അലിഞ്ഞു ചേരുന്നു. നമ്മളും കർത്താവും ഒന്നായി തീരുന്നു. ഇനി മുതൽ ഞാനല്ല ക്രിസ്തുവിനെ ജീവിക്കുന്നു ഗലാത്യ ലേഖനത്തിൽ പൗലോസ് പറഞ്ഞത് അപ്പാടെ സംഭവിക്കുന്നു. രണ്ട് സഭയിലും സംഭവിക്കുന്നു. പക്ഷേ പൗരസ്ത്യ സഭകൾ ഈ ട്രാൻസ്ഫിഗുറേഷന് പ്രാധാന്യം കൊടുക്കുന്നു. തയോസിസിന്. സബ്സ്റ്റാൻസിയേഷന് ലത്തീൻ സഭ പ്രാധാന്യം കൊടുക്കുന്നു. ട്രാൻസ്ഫിഗുറേഷന്, വിശ്വാസികളുടെ ട്രാൻസ്ഫിഗുറേഷന് പൗരസ്ത്യ സഭകൾ പ്രാധാന്യം കൊടുക്കുന്നു. ആ ട്രാൻസ്ഫിഗുറേഷൻ എന്ന് പറഞ്ഞ രൂപാന്തരീഭാവമാണ് തയോസിസ്, ദിവ്യവൽക്കരണം. ഈ തയോസിസ് ആണ് ഒറാസിയോ എന്ന് പറഞ്ഞ പ്രവൃത്തിയിൽ, ലിറ്റർജി എന്ന പ്രവൃത്തിയിൽ സംഭവിക്കണേന്നാണ്. അപ്പൊ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പവും വീഞ്ഞും കർത്താവിന് ശരീരരക്തങ്ങളായി മാറുന്നു. സത്യവിശ്വാസികൾ ദൈവമായിട്ട് ഒന്നായി ദിവ്യവൽക്കരിക്കപ്പെടുന്നു. ഇങ്ങനെയുള്ള ഈ ട്രാൻസ്ഫിഗറേഷന് പ്രാധാന്യം കൊടുത്തതുകൊണ്ട്, അതായത് ആളുകൾ തന്നെ, സത്യവിശ്വാസികൾ തന്നെ കർത്താവായിട്ട് ദിവ്യവൽക്കരിക്കപ്പെടുന്നത് കൊണ്ടാണ് വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചുള്ള ദിവ്യകാരണ ആരാധനയൊന്നും പൗരസ്ത്യ സഭകളിൽ പതിവില്ല. പക്ഷെ ഇപ്പോഴുണ്ട്. അതിന് നല്ല ദൈവശാസ്ത്രമുണ്ട്. ആ ദൈവശാസ്ത്രമൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പാശ്ചാത്യ സഭ, പൗരസ്ത്യ സഭ, രണ്ട് സഭകളും ദൈവശാസ്ത്രം വളരെ ആഴപ്പെട്ടതാണ്. രണ്ട് ദൈവശാസ്ത്രങ്ങളും ക്രിസ്തു എന്ന മഹാരഹസ്യത്തിന്റെ ചില അംശങ്ങൾ പ്രകാശിപ്പിക്കുക. ഒരു ലിറ്റർജിക്ക് മാത്രം ചെയ്യാൻ പറ്റില്ല. ഒരു സുവിശേഷത്തിന് മാത്രം പറ്റില്ലായിരുന്നു. അതുകൊണ്ട് 4 സുവിശേഷം, അല്ലെങ്കിൽ ഒരു സുവിശേഷം മതിയായിരുന്നല്ലോ. ഏകറീത്ത് പോലെ ഒരു സുവിശേഷം മതിയായിരുന്നു. ആദിമസഭയിൽ പലരും അങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ സഭ 4 സ്വീകരിച്ചത്. കാരണം എന്താ? ഒരൊറ്റ സുവിശേഷത്തിന് യേശുന്ന മഹാരഹസ്യത്തെ മുഴുവൻ പ്രകാശിപ്പിക്കാൻ പറ്റില്ല, പ്രകടിപ്പിക്കാൻ പറ്റില്ല, അവതരിപ്പിക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് പാശ്ചാത്യവും പൗരസ്ത്യമായ ലിറ്റർജികൾ. രണ്ടും ആഴമേറിയതാണ്. രണ്ടിലും ഊന്നൽ കൊടുക്കുന്ന വ്യത്യസ്തമായ കാര്യങ്ങളാണെങ്കിലും അത് യേശു എന്ന സത്യത്തിന്റെ പ്രകാശനമാണ്. അതിനാൽ ഓരോ സഭയിലുള്ള ആളുകളും അവരുടെ ലിറ്റർജിയെ മാനിക്കണം. ലത്തീൻ സഭയിലുള്ള ആളുകൾ ലത്തീൻ സഭയുടെ ലിറ്റർജിയുടെ സമ്പന്നത അത് ആസ്വദിച്ച് വേണം ആ കുർബാന സംബന്ധിക്കാൻ. സീറോ മലബാർ സഭയിൽപ്പെട്ടവര് ആ സീറോ മലബാർ സഭയുടെ, പൗരസ്ത്യ സഭയുടെ ദൈവശാസ്ത്രം, ആഴമേറിയ ദൈവശാസ്ത്രം, ആ ദൈവശാസ്ത്രത്തിൽ അഭിമാനം കൊണ്ട് അത് മുറുകെ പിടിക്കണം. പാശ്ചാത്യ സഭയിലുള്ളവർ തീർച്ചയായിട്ടും പൗരസ്ത്യ സഭകളിൽ ലിറ്റർജി പഠിക്കണം. പക്ഷേ അവർ ഈ പൗരസ്ത്യ സഭകൾ അങ്ങനെ അനുകരിക്കരുത്. ഇതുപോലെ പൗരസ്ത്യ സഭക്കാര് പാശ്ചാത്യ സഭയിൽ ലിറ്റർജിക്ക് പഠിക്കണം. അതിന്റെ ആ സമ്പന്നത ആസ്വദിക്കണം, അത് പ്രഘോഷിക്കണം. പക്ഷേ ആ സഭയിലെ കാര്യങ്ങളെല്ലാം ഇങ്ങോട്ട് കൊണ്ടുവന്ന് അനുകരിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ഈ പറഞ്ഞ തനത് ദൈവശാസ്ത്രവും അതിന്റെ സമ്പന്നതയും നഷ്ടപ്പെടും. എല്ലാം കൂടി ഒരു അവിയിൽ പരുവമാകും. അങ്ങനെയാക്കാൻ പാടില്ല. എല്ലാം കൂടി മിക്സ് ചെയ്യാൻ പാടില്ല. ഓരോന്നും അതിന്റെ ഈ സമ്പന്നത നിലനിർത്തുകയാണ് വേണ്ടത്. എന്തുമാത്രം നിങ്ങളിത് എത്രമാത്രം മനസ്സിലാക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം നൽകിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ദൈവശാസ്ത്ര അന്തരം തിരിച്ചറിയാതിരുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും സ്വീകരിക്കാൻ ഒരു കൂട്ടർ തയ്യാറാകാതിരുന്നത് കൊണ്ടാണ് സീറോ മലബാർ സഭയുടെ തനത് കുർബാന്റെ വീണ്ടെടുപ്പ് വികലമായത്. ഇപ്പൊ നമ്മൾ ഈ ഏകീകൃത കുർബാന ശരിക്കും പറഞ്ഞാൽ വികലമാക്കപ്പെട്ട കുർബാനയാണ്. ശരിക്കും തനത് കുർബാനയായിട്ടില്ല. തനത് കുർബാന 1986 മാർപ്പാപ്പ കോട്ടയത്ത് ചൊല്ലിയ കുർബാനയാണ്. ശരിക്കും അത് അങ്ങനെ തന്നെ വേണമായിരുന്നു. എങ്കിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിക്കും അനുഭവിക്കാനും പ്രകാശിപ്പിക്കാനും പറ്റും. പക്ഷേ എറണാകുളത്തെ ആളുകളെയും എറണാകുളം പക്ഷക്കാരും മുഴുവൻ ചേർത്ത് പിടിക്കാൻ വേണ്ടി കോംപ്രമൈസ്, മണി വേണം, മറ്റത് വേണം, മറിച്ചത് വേണം, പിതാവിനും പുത്രനും വേണം, ഇങ്ങനെ അവർക്ക് വേണ്ടി 100,000 വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് ഈ കുർബാനയെ വികലമാക്കി അവരിട്ട് ചൊല്ലുന്നില്ല. മെത്രാമാര് വിട്ടുവീഴ്ച ചെയ്ത് അന്ന് തൊട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടതാണ്. അങ്ങനെ സ്ട്രോങ് ആയി നിന്നെങ്കിൽ ഇപ്പോൾ മൈക്രോ മൈനോറിറ്റി എന്നും പറയേണ്ടി വരുമായിരുന്നില്ല.
നല്ല നേതൃത്വം വരും, ശക്തമായ നേതൃത്വം വരുമ്പോഴാണ് ജനങ്ങൾ കൂടെ നിൽക്കുക, ജനങ്ങൾ അനുസരിക്കുക. ഇതിപ്പോ മെത്രാന്മാര് പറഞ്ഞ ആരും അനുസരിക്കാണ്ടായി. കാരണം എന്താ? ചേർത്ത് പിടിക്കൽ പറഞ്ഞിട്ട് ചേർന്നുമില്ല, ഉള്ളതൊക്കെ നഷ്ടപ്പെടും ചെയ്തു. നല്ല നേതൃത്വം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ മൈക്രോ മൈനോറിറ്റി ആകുമായിരുന്നില്ല. കണ്ട മതതീവ്രവാദികളെ മുഴുവൻ വിളിച്ചു കയറ്റി അവർക്ക് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആക്കി വെച്ചിട്ട് മൈക്രോ മൈനോറിറ്റി അവര് നമ്മളെ കൊന്നൊടുക്കാൻ വേണ്ടി നിൽക്കുക. നല്ല നേതൃത്വം വേണം, ഉറച്ച നേതൃത്വം വേണം. അത് അന്നുണ്ടായിരുന്നെങ്കിൽ 86 മാർപ്പാപ്പ വന്നു ഇത് ചൊല്ലാൻ പറ്റുന്നവർ കൂടെ നിന്നാൽ മതി, അല്ലാത്തൊക്കെ പോകാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പകുതി രൂപകൾ പോകുമായിരുന്നെങ്കിലും ഇപ്പോൾ സീറോ മലബാർ സഭ അതിന്റെ ഒറിജിനൽ കുർബാനയില് സ്വീകരിക്കപ്പെടുമായിരുന്നു. അത് ആ സഭ നിലനിൽക്കുമായിരുന്നു. ഇതിപ്പം എല്ലാം കൂടി ഒരു അവിയൽ രൂപത്തില് ഓരോ അച്ഛനും ഓരോ തരത്തിലുള്ള കുർബാനയായി. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ? ഈ ദൈവശാസ്ത്രം പഠിച്ചിട്ടില്ല പലരും, പഠിച്ചാൽ തന്നെ സ്വീകരിക്കാൻ തയ്യാറല്ല. ഈ പ്രാദേശിക പക്ഷപാതം പറഞ്ഞ് എറണാകുളം പക്ഷം, മറ്റേ പക്ഷം, മറിച്ച പക്ഷം എന്ന് പറഞ്ഞ് ഈ ലിറ്റർജി മുഴുവൻ വികലമാക്കിയിരിക്കുക. സങ്കടം കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. പാശ്ചാത്യവും പൗരസ്ത്യവും രണ്ടും വിപരീതമല്ല, പൂരകമാണ്, കോംപ്ലിമെന്ററി ആണ്. ഈശോ മിശിഹ എന്ന മഹാരഹസ്യത്തെ ആവിഷ്കരിക്കാനും അതിൽ പ്രവേശിക്കാനും വിവിധ ദൈവശാസ്ത്ര സങ്കേതങ്ങൾ ഉപയോഗിച്ച്, തിരുവചനങ്ങൾ ഉപയോഗിച്ച് കർത്താവ് തന്നെ തന്ന ലിറ്റർജിയെ പ്രകടിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ അനുഷ്ഠിക്കുകയാണ്. ഓരോ സഭയിൽപ്പെട്ടവരും തങ്ങളുടെ റീത്തിന്റെ സമ്പന്നതയിൽ അഭിമാനിക്കണം, തങ്ങളുടെ കുർബാന ആസ്വദിക്കണം, അതിന്റെ ദൈവശാസ്ത്രം തിരിച്ചറിയണം, മറ്റൊരു സഭയുടെ സമ്പന്നതയും അംഗീകരിക്കണം. പക്ഷേ അന്ധമായി അനുകരിക്കുകയോ അത് ഇങ്ങോട്ട് വലിച്ചു കൊണ്ടുവന്ന് മറ്റവരുടെ കുർബാനയിൽ ചേർക്കുകയോ പാടില്ല. നല്ലവളും സുന്ദരിയുമായ സ്വന്തം അമ്മയുടെ സമ്പന്നത കാണാതെ അയൽപ്പക്കത്തെ പെണ്ണിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പോകുന്നവരെ പോലെ ആകരുത് നമ്മൾ. അയൽപ്പക്കത്തെ സ്ത്രീ സുന്ദരിയാണ്, നമ്മൾ അംഗീകരിക്കണം, നല്ല കാര്യം. പക്ഷേ നമ്മുടെ സ്വന്തം അമ്മയുടെ സൗന്ദര്യവും സമ്പന്നതയും അതിനേക്കാൾ വളരെ ഉന്നതമാണ്. മറ്റത് മോശമായത് കൊണ്ടല്ല, നമ്മുടെ അമ്മ നമുക്ക് വലിയവളാണ്, അതിന്റെ സൗന്ദര്യം, അതിന്റെ സമ്പന്നത അത് നമ്മൾ ആസ്വദിക്കണം. നിങ്ങളുടെ സ്നേഹിതന്മാരായ വൈദികരൊക്കെ ഉണ്ടെങ്കിൽ ആ വൈദികർക്കെല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും, അൽമായർക്ക് മനസ്സിലാകും, ഒരു 5-6 വർഷം കേട്ടാൽ നന്നായിട്ട് മനസ്സിലാകും. വൈദികർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഞാൻ വിചാരിക്കണം, അവരൊക്കെ കുറെ പഠിച്ചിട്ടുള്ള കാര്യമായതുകൊണ്ട്. അതുകൊണ്ട് വൈദികരെ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഈ വീഡിയോ ആദ്യം കാണുക. എന്നിട്ട് ഈ നമ്മുടെ ലിറ്റർജിയുടെ, ലത്തിൻ സഭയുടെയും സീറോ മലബാർ സഭയുടെയും ലിറ്റർജിയുടെ സമ്പന്നത നിങ്ങൾ അത് അനുഷ്ഠിക്കുകയാണ്. ഞാൻ കരങ്ങളുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, അത് നിങ്ങൾ ജനങ്ങളോടും പറഞ്ഞു കൊടുക്കുക. ഈ വിയാനി പുണ്യവാൻ ജനങ്ങളോട് പറഞ്ഞതുപോലെ ആരാണ് പുരോഹിതൻ, ആരാണ്, എന്താണ് കുർബാന, എന്താണ് എപ്പിക്ലേസ്, എന്താണ് ലോഗോസ് ദൈവശാസ്ത്രം, എന്താണ് സ്ഥാപനവാക്യങ്ങൾ, എന്താണ് ഒറാസിയോ, എന്താണ് ആക്സിയോ, എന്താണ് ഈ ഭൂഗർഭാലയങ്ങൾ, ഇങ്ങനെ കരങ്ങളുടെ അർത്ഥം എന്ത്, ഇതെല്ലാം നിങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കണം. ഇപ്പൊ ഞാൻ 1 മണിക്കൂറിന് മേലെ എടുത്തു. നിങ്ങൾക്ക് ഓരോ കുർബാനയിൽ 5 മിനിറ്റ് വെച്ചൊക്കെ പറഞ്ഞാല് നിങ്ങൾക്കൊരു കുറെ ദിവസങ്ങൾ കൊണ്ട് ഇത് അവതരിപ്പിക്കാൻ പറ്റും. അങ്ങനെ ഈ എന്താണ് നമ്മൾ അനുഷ്ഠിക്കുന്നതെന്ന് നമ്മൾ വൈദികരും അതിൽ പങ്കെടുക്കുന്ന അൽമായരും തിരിച്ചറിയുകയും കർത്താവിന്റെ ഉപരിമഹത്വത്തിനായി ഇത് അനുഷ്ഠിക്കുകയും അപ്പോൾ ദൈവം നമ്മുടെ കരങ്ങള് കൃപയുടെ സിംഹാസനമായി രൂപാന്തരപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.